അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ബിസ്മില്ലാഹി വബില്ലാഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുമ്മ ജഅൽ കൈദഹും ഫീ നുഹൂരിഹിം വഖ്ഫിനാ ശുറൂറഹും ഹസ്ബിയല്ലാഹു വകഫാ സമീഅല്ലാഹു ലിമൻ ദആ ലൈസ വറാഅല്ലാഹി മുൻതഹാ ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് എല്ലാ വിഷയത്തിലും മാതൃകയാക്കേണ്ടത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ രക്ഷിതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ആദ്യമായിട്ട് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേറെയും മക്കളുണ്ട്. ഇബ്രാഹിം എന്ന ഒരു ആൺകുട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മക്കളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 3 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ്ടായി. അതിൽ ഒന്ന് എനിക്ക് സമ്പത്ത് വിട്ടു തന്നു എന്നതും, രണ്ടാമത്തേത് എന്നെക്കൊണ്ട് ആദ്യമായി വിശ്വസിച്ചു എന്നതും, മൂന്നാമത്തേത് ഖദീജ എനിക്ക് മക്കളെ പ്രസവിച്ചു തന്നു എന്നതുമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളിൽ 1,23,999 നബിമാരും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ്. ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഇറങ്ങി വരും. അങ്ങനെ വിവാഹിതനാകും, കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ച് മക്കളുണ്ടാവും. അതിനുശേഷം സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാം വഫാത്താകും. മദീനയിൽ റൗള ഷരീഫിൻ്റെ അടുക്കൽ മറവ് ചെയ്യും എന്നൊക്കെയാണ് ഉസ്താദുമാർ വഅദ് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു വാപ്പ മകൻ എന്ന നിലയിൽ പഠിക്കുമ്പോൾ മുൻഗാമികളായ ആളുകളൊക്കെ എപ്പോഴും പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയുമാണ്. ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാകുന്നു എന്ന്. ശരിക്കും നമ്മളെ മലപ്പുറം വെസ്റ്റ് ഭാഷയിലേക്ക് ഈ ഹദീസ് പരിഭാഷപ്പെടുത്തിയാൽ ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് എന്നതിനെ നമ്മളെ മലപ്പുറം ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിം നബിയാണ്, ആലോചിച്ച് കളിച്ചുകൊണ്ട് കേട്ടോ എന്നാണ് ശരിക്കും അതിൻ്റെ പരിഭാഷ. നമ്മളെ മലയാളത്തിലേക്ക്, നമ്മളെ നാടൻ അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നുണ്ടാവുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഓൻ്റെ വാപ്പയാണ്. എൻ്റെ വാപ്പ ആരാണെന്ന് എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല. അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡും ഉണ്ടാവില്ല, റേഷൻ കാർഡും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈമാൻ ശരിയാകായൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് നബിയുടെ വാപ്പാനെ അറിഞ്ഞില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ശരിയാവില്ല. എൻ്റെ വല്ലിപ്പാനെ എനിക്കറിയൽ തീരെ നിർബന്ധമില്ല. അറിഞ്ഞാൽ വളരെ നല്ലതാണ്, അതൊരു ഇസ്സത്തേക്കാരം. വല്ലിപ്പാൻ്റെ വാപ്പാനെ അറിയലും നിർബന്ധമൊന്നുമില്ല, അറിഞ്ഞാൽ വളരെ നല്ലതാണ്. പരമ്പരകളൊക്കെ ഒരാൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അറിഞ്ഞില്ലാന്ന് എഴുതിയിട്ട് ഈമാൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കുട്ടികളെ മദ്രസയിൽ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫി യന്തസിബ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേര് പഠിപ്പിക്കും. മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ
ഒന്നാമത്തെ ഹദീസ് അവസാനിക്കുന്നിടത്തുണ്ട് വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാനെയും ഉമ്മാനെയും മോശപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും തീരെ തൊട്ടിട്ടില്ല. വാപ്പാൻ്റെ ഫضലും ഉമ്മാൻ്റെ ഫضലും മക്കൾക്കുണ്ടാവും എന്ന് അറിയിക്കുന്നതാണ് ഈ ഒരു പ്രയോഗം. ഏതൊരു മനുഷ്യനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ആദ്യം അവൻ്റെ വാപ്പാനെ കുറിച്ചാണ് പഠിക്കുക. അപ്പോൾ നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിവാഹാലോചന വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക ഓലെ പെരൻ്റെ അടുത്തുള്ള നിസ്കാരപ്പള്ളിക്ക് അസർ നിസ്കരിക്കാൻ പോവുകയാണ്. ആദ്യം ആരും അറിയാതെ ഒറ്റയ്ക്ക് നമ്മളും എളാപ്പാനിയും ആണെങ്കിൽ ഒന്ന് കൂട്ടും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരനൊന്ന് കൂട്ടിയിട്ട് ബൈക്കുമ്മേ ഒന്നിങ്ങനെ അധികം പോയിങ്ങാണ്ട് ഓലെ പെരൻ്റെ അടുത്തുള്ള നിസ്കാരപ്പള്ളിയിലൊന്ന് പോയിട്ട് അവിടുന്ന് അസർ നിസ്കരിച്ചിട്ട് അസർ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ അടുത്തുള്ള ചായപ്പീടി കയറിയിട്ട് ഒരു ചായയും നെയ്യപ്പവും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. ഓരോട് ചോദിക്കും നമ്മൾ ആ സുലൈമാനാജിലെ മൂത്ത മകനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. ആദ്യമായിട്ട് ഏതൊരു മനുഷ്യനും അന്വേഷിക്കുക വാപ്പാനെ കുറിച്ചായിരിക്കും. എന്താ മോൻ്റെ വാപ്പാനെ കുറിച്ചുള്ള അഭിപ്രായം. പിന്നെ അന്വേഷിക്കും ഉമ്മാനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. പിന്നെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ കൂട്ടുകാരെ കുറിച്ചാണ്. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറുക്കനും തിരക്കടില്ല, ഓൻ്റെ വാപ്പിയും തിരക്കടില്ല, ഉമ്മയും തിരക്കടില്ല. പക്ഷെ ഓൻ്റെ ചങ്ങായിമാരൊക്കെ ഒരു ജാതി കോച്ചറായിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആളും കോച്ചറായിയാണ്. കോച്ചറായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു അർത്ഥമുള്ള വാക്കൊന്നുമല്ല. ഡിക്ഷണറി ഒന്നും തിരഞ്ഞാൽ അങ്ങനത്തെ ഒരു വാക്ക് കാണുമൊന്നുമില്ല. പക്ഷേ സംഗതി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, പറഞ്ഞ് എനിക്കും മനസ്സിലാവും. അതാണ്. എന്നാൽ പിന്നെ ആ വഴിക്ക് പോകണ്ടെന്ന് നമ്മൾ തൽക്കാലം തീരുമാനിച്ചങ്ങാണ്ട് മടങ്ങിപ്പോരും. അപ്പോൾ ഒരു കൂട്ടുകാരെക്കുറിച്ചുള്ള അന്വേഷണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മളൊക്കെ മാനേജ്മെൻറ്റും കൂടി ആയിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നതാണ്. ഒരു 8 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊന്നാമത്തെ കാര്യം ഒരു മദ്രസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അള്ളാൻ്റെ ദുനിയാവിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് നാടുകളുണ്ട്, പ്രദേശങ്ങളുണ്ട്. അതിൽ കേരളക്കാർക്ക് മാത്രമുള്ള 2 ഭാഗ്യമുണ്ട്. അതിലൊന്ന് മസ്ജിദ് സംസ്കാരവും മറ്റൊന്ന് മദ്രസ സംസ്കാരവുമാണ്. മസ്ജിദ് സംസ്കാരം കേരളത്തിൽ ദീന് വന്ന കാലഘട്ടം മുതൽ തന്നെ ഇവിടെ ഉണ്ട്. മദ്രസ സംസ്കാരം 1920-കൾക്ക് ശേഷം ഉണ്ടായതാണ്. അതിന് മുമ്പ് ഓത്തുപള്ളി സംസ്കാരമുണ്ട്. ഇസ്മായിൽ ഉസ്താദ് അതേക്കുറിച്ച് പറയണ്ടായി. മസ്ജിദ് സംസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്ന ഒരു സംസ്കാരത്തെയാണ് മസ്ജിദ് സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരം മനസ്സിലാവണമെങ്കിൽ പഴയകാല പള്ളികൾ പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാവും. പുതിയ പള്ളികൾ വേറെ ഡിസൈനിങ്ങിലാണ് ഉള്ളത്. പഴയ പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലുള്ള പഴയ പള്ളിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഔത്തപ്പള്ളി ഉണ്ടാവും. ഔത്തപ്പള്ളിയിൽ മിമ്പർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ നേരെ ബാക്കിലൊരു പുറത്തപ്പള്ളി ഉണ്ടാവും. രണ്ടാമത്തൊരു പള്ളി ഉണ്ടാവും. അതിൽ മേലേക്ക് കോണി ഉണ്ടാവും. പിന്നെ മിക്കവാറും പള്ളികൾക്ക് 3 ഭാഗത്ത് താഴ്വര ഉണ്ടാവും. ചില പള്ളിക്ക് മുന്നിലും താഴ്വര ഉണ്ടാവും. മുന്നിലെ താഴ്വര ജമാഅത്തിന് തുടർന്ന് നിസ്കരിക്കാനൊന്നും പറ്റില്ല. മൗലവിക്ക് ഖുത്ബ ഓതുന്നതിൻ്റെ മുമ്പായിട്ട് വന്നിരിക്കാനും ചായ കുടിക്കാനും മയ്യത്തട്ടിൽ വെക്കാനൊക്കെയാണ് മുന്നത്തെ താഴ്വര ഉപയോഗിക്കുക. 2 സൈഡിൽ ചെരുണ്ടാവും. കയറി ചെല്ലിനോടത്ത് ഒരു പൂമുഖ ഉണ്ടാവും. പൂമുഖത്ത് പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ള മാതിരി ചാരിയിരിക്കണ പടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. 2 തൂണൊക്കെ ഉണ്ടാവും. ഈ കയറി ചെല്ലുന്ന സ്ഥലം വഖഫ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വഖഫ് ചെയ്തിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി ഒന്നുകിൽ അത് അല്പം താത്തിയിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉയർത്തിയിട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ നാടുകളിലൊക്കെ താഴ്ത്തിയാണ് ഇട്ടിരുന്നത്. വടക്കൻ കേരളത്തിലേക്ക് ചെന്നാൽ ആ സ്ഥലം ഉയർത്തിയിട്ടാണ് ഇടുക. ഇരുന്ന് കയറാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ച് ഉയർത്തിയിട്ട് ആ സ്ഥലം ഇട്ടിട്ടുണ്ടാവും. അസർ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ കുറച്ച് കാരണന്മാരുണ്ടാവും, വയസ്സായ ആൾക്കാർ. ഓലൊന്ന് ഇറങ്ങിയിട്ട് ആ വഖഫ് ചെയ്യാത്ത സ്ഥലത്തേക്ക് മാറി തൂണുമൊക്കെ ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ നാട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, ആരെങ്കിലും മോളെ കെട്ടിച്ചു കൊടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ, മരുമകളോടെ പ്രശ്നം ഉണ്ടെങ്കിൽ, ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ മുണ്ടാത്തതുണ്ടെങ്കിൽ, അങ്ങാടിയിൽ കച്ചവടക്കാർ തമ്മിൽ തെറ്റിയതുണ്ടെങ്കിലൊക്കെ അവിടെ ചെന്നിട്ട് അസറിൻ്റെ ശേഷം ഈ കാരണന്മാരോട് പറയും. അതിനാണ് ഈ പള്ളി പോയി പറയുക എന്ന് പറയണത്. രണ്ട് സമൂഹത്തിലാണ് പള്ളി പോയി പറയലുള്ളത്. ഒന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലും ഒന്ന് മുസ്ലിം സമൂഹത്തിലാണ് പള്ളി പോയി പറയണുള്ളത്. പള്ളി പോയി പറയും. അങ്ങനെ പള്ളി പോയി പറഞ്ഞാൽ അവിടുത്തെ കാരണന്മാർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയാലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തിലെത്തും. ഏകദേശം ഒരു തീരുമാനം ഉറച്ചാൽ പുറത്തെ പള്ളിക്ക് കയറിയിരിക്കും. ഒരാൾ തീരുമാനം പ്രഖ്യാപിക്കും, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ദ്വാരക്കും. അതോടുകൂടെ ആ വിഷയം അവസാനിക്കും. ഇങ്ങനെ ഉണ്ടായിരുന്ന പരിപാടികൾക്കാണ് മസ്ജിദ് സംസ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മളെ പഴയ ആൾക്കാർ നിലനിർത്തി പോന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇസ്ലാം ദീൻ എവിടെയെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യം പള്ളികളുടെ നിർമ്മാണങ്ങളാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ നാടായ കേരളത്തിലും ആദ്യമായി പള്ളിയുടെ നിർമ്മാണങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് കാണാം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മസ്ജിദ് സംസ്കാരം വളരെ വിശാലമാണ്. അത് ഈ മദ്യം ഭരണയിലും മാത്രം ഒതുങ്ങണമെന്നല്ല. പള്ളിക്ക് വിശാലമായ പള്ളിക്കാടുണ്ടാവും. പഴയ കാലത്തെ ആളുകൾ വഖഫ് ചെയ്തത്. നമ്മളൊക്കെ നാടുകളിൽ ഒരുപാട് വഖഫുകൾ കാണാൻ വേണ്ടി പറ്റും. അള്ളാഹു നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള വഖഫിൻ്റെ വാഖിഫീങ്ങൾക്ക് അതൊരു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കട്ടെ. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒരു ദൗത്യം എന്ന് പറയുന്നത് അവർ വഖഫ് ചെയ്തതിനെ സംരക്ഷിക്കലാണ്. ഇന്നും വാഖിഫീങ്ങളുണ്ട്, പക്ഷെ പഴയതിനെ അപേക്ഷിച്ച് ഇന്ന് കുറവാണ്. നല്ലോണം ശ്രദ്ധയും ആ വിഷയത്തിൽ ആവശ്യമാണ്. മാറിയ സാഹചര്യത്തിൽ ഞാൻ കൂട്ടത്തിൽ പറയാണ്, നികുതി അടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നികുതി അടച്ചൊക്കെ ക്ലിയറാക്കണം. പേപ്പറുകൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ വാങ്ങിയെടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഒക്കെ വാങ്ങിയെടുക്കണം. വരും കാലം എങ്ങനെയെന്നൊന്നും പറയാൻ കഴിയില്ല. റെക്കോർഡുകളൊക്കെ എപ്പോഴും കറക്റ്റാക്കി വെക്കണം. നമ്മളെടുത്തുനിന്നായിട്ടൊരു വീഴ്ച ഉണ്ടാകരുത്. ഇന്നാൾ മലപ്പുറത്ത് മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പരിപാടി നടക്കുമ്പോൾ അതിൽ ക്ലാസ് എടുത്ത, റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ക്ലാസ് എടുത്ത നമ്മളെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സുന്നി പ്രവർത്തകൻ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ എനിക്ക് വല്ലാതെ ആകർഷണീയമായി തോന്നുന്നു ഈ ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുക എന്നതാണ്. വലിയ സംഗതിയാണ്. അതായത് ഇവിടെ എന്തൊക്കെ സാധനങ്ങളുള്ളത്, എത്ര ഭൂമിയുണ്ട്, അത് എവിടെയൊക്കെയാണ് ഉള്ളത്, അത് എത്ര സെൻറ്റ് ഉണ്ട്, അതിൻ്റെ ആധാരം എവിടെയാണ് ഉള്ളത്, നികുതിച്ചീട്ട് എവിടെയാണ്, അതാരെ കയ്യിലാണുള്ളത്, അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ നികുതിയൊക്കെ അടച്ച് പുതുക്കിയിട്ടുണ്ടോ, വഖഫ് ബോർഡിൽ റിപ്പോർട്ടൊക്കെ കൊടുക്കലുണ്ടോ, അതെവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്, എത്ര ബെഞ്ചുണ്ട്, എത്ര കസാലുണ്ട്, വാടക കിട്ടുന്ന എന്തെങ്കിലും ബിൽഡിങ്ങുകളുണ്ടോ, തുടങ്ങിയ എല്ലാ സാധനങ്ങളും എഴുതി വെച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് രജിസ്റ്റർ. ഇപ്പം നമ്മളൊക്കെ മദ്രസ എന്ന് പറഞ്ഞാൽ ചിലപ്പം ആധാരമൊന്നും അവിടെ വെക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ആധാരം ആരെങ്കിലും ഒരാളെ കയ്യിലേക്കാരം. അപ്പോൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉണ്ടാവണം ഇന്ന ആളടുത്താണ് ആധാരമുള്ളത്. അയാളെ കൊണ്ട് അതിൻ്റെ അടിയിൽ ഒപ്പിടിക്കുകയും വേണം, എൻ്റെ അടുത്തുണ്ട് എന്നറിയിക്കുന്ന തരത്തിൽ. സമയാസമയങ്ങളിൽ നികുതി അടക്കണം. മറ്റ് ടാക്സുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഒക്കെ കൊടുത്ത് കൃത്യമായി പുതുക്കി പോരുക എന്നുള്ളത് വരും കാലത്തേക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ വിശാലമായ പള്ളിക്കാടുണ്ടാവും. ആ വിശാലമായ പള്ളിക്കാട് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. വീടുകളിലൊന്നും അധികം ആൾക്കാർക്കും കക്കൂസ് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിക്കൊക്കെ പോരുക ചെയ്യുക. അങ്ങനെ പള്ളിക്കാട് ഉപയോഗപ്പെടുത്തി മലമൂത്ര വിസർജനം നടത്തും. നല്ല വിശാലമായ പള്ളിക്കുളം ഉണ്ടാവും. പള്ളിക്കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കും. എന്നിട്ട് ഉള്ള കള്ളിത്തുണിയൊക്കെ ഒന്ന് കുത്തി തിരുമ്പി ഉഷാറാക്കിയിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് ഉച്ചക്ക് കുറച്ച് സമയം ചെരുവിൽ കിടന്നുറങ്ങും. ചിലപ്പം വീട്ടിൽ വിരുന്നേര് വന്നാൽ എല്ലാവർക്കും കൂടിയും കിടക്കാൻ പെരയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ വിരുന്നേർക്ക് റൂം കൊടുത്തിട്ട് പെരക്കാരൻ പള്ളിക്കൊക്കെ പോരും. അങ്ങനെ പള്ളിക്ക് പെരക്കാരൻ കിടന്നുറങ്ങും. സുബഹി നിസ്കരിച്ചിട്ട് ചായ കുടിക്കാൻ പെരയൊക്കെ പോവും. ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ രീതി എന്ന് പറഞ്ഞത്. ഇന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാ പള്ളിയിലുള്ള പ്രധാന നോട്ടീസ് കാർപ്പറ്റിൽ കിടക്കരുത് എന്നാണ്. കിടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ സാധനം ഇടാതിരിക്കുകയാണല്ലേ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്, സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്, പക്ഷെ ഉണ്ടായത് അസൗകര്യമാണ്.
അതിൽപ്പെട്ടതാണ് ഇപ്പോൾ എല്ലാ പള്ളികളിലും AC വെച്ചിട്ടുണ്ട്, പക്ഷെ സ്വിച്ച് ഇടൂല. ഉള്ള ഓക്സിജൻ വരാനുള്ള വായു വരാനുള്ള ഓട്ട AC വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട്. മേലൊരു എയർ ഹോൾ ഉണ്ടാവും. ഈ എയർ ഹോള് AC വെച്ചു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അത് അടച്ചു. എന്നാൽ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ടേ, അത് സ്വിച്ച് ഇടില്ല. അപ്പോൾ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്ന് നമ്മൾ പറയാം. എന്നാൽ പിന്നെ ആ കാര്യം തന്നെ വെക്കേണ്ടിന്നില്ലല്ലോ എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയേ കിട്ടുമല്ലോ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ. അതൊന്നും ഒരു ന്യായമല്ല. നല്ല തണുപ്പുള്ള സമയത്ത് സ്വിച്ച് ഇടണ്ട, അതൊഴിച്ചാൽ ബാക്കി സ്വിച്ച് ഇടാനുള്ളതാണല്ലോ ആ സാധനം. ഹൗലങ്കാർക്ക് ആ കയറിനോടത്ത് വലിയൊരു ഗേറ്റ് ഉണ്ടാവും, നല്ലൊരു ഗ്രില്ല് വെച്ചിട്ട്. അതിൻ്റെ പകുതി മേലെ അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും, മേലെ ഒരു കുറ്റിൻ്റെ പുറമെ ഒരു കമ്പി കൊണ്ട് കെട്ടും കൂടിയും ചെയ്തിട്ടുണ്ടാവും, ആരും തുറക്കരുത് എന്ന് കരുതിയിട്ട്. നല്ല വിശാലമായ ബാത്റൂമിൻ്റെ പകുതിയിൽ കൂടി ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ആരും ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. നല്ലൊരു 5-6 ബാത്റൂം കക്കൂസ് ഉണ്ടാവും, ഒറ്റൊന്നും തുറന്നിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് ദൗർഭാഗ്യവശാൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റിയും കുളത്തും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള അസൗകര്യങ്ങൾ. നമ്മളൊരു കാര്യം സൗകര്യം ചെയ്യണത് സൗകര്യം തന്നെയായിരിക്കണം, അതൊരിക്കലും അസൗകര്യമാവാൻ പാടില്ല. ഈ പറഞ്ഞത് ഇന്നോടും കൂടി കേട്ടോ, ഞാനും മാനേജ്മെൻ്റ് തന്നെയാണ്, ഇന്നോടും കൂടിയാണ് ഈ പറഞ്ഞത്, നിങ്ങളോട് മാത്രം പറയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. രക്ഷിതാവ് എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒന്നാമത് ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം പഴയ കാലത്ത് ആളുകൾ സൂക്ഷിച്ചു പോന്നിരുന്നു. 1920-കൾക്ക് ശേഷം വന്നതാണ് മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു മദ്രസ സംസ്കാരം. മദ്രസ സംസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ 50 വയസ്സ് വരെ നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക. നോലും പോറ്റിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു 50 വയസ്സായപ്പോൾ അവന് പള്ളൻ്റെ ഉള്ളിൽ കൂടി ഒരു വേദന ഇങ്ങനെ ഉണ്ട് തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കാര്യമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ പോണ്ട് ബേജാറായിട്ട് പടച്ചോനെ എന്നാ ഇനിയിപ്പോൾ നിസ്കരിച്ചണല്ലോ എന്നാണ് തീരുമാനിച്ചാൽ ഒന്നും ആലോചിക്കാനില്ല, പള്ളിക്കണ് കയറിയിട്ട് അള്ളാഹു അക്ബർന്ന് കെട്ടിയാൽ മതിയാവും. ഓനെ നിസ്കാരം ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നതാണ് മദ്രസ സംസ്കാരം ഉണ്ടാക്കിയ പ്രത്യേകത. ഏത് 50 വയസ്സ് പറഞ്ഞാൽ KT മാനുസ്താദ് അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ. KT മാനുസ്താദ് പറഞ്ഞ അനുസരിച്ച് ഉത്തരേന്ത്യയിലെ ആളുകൾ ഫാത്തിഹ ഓതാൻ പഠിക്കണ കാലാണ് ഈ 50 വയസ്സ് പറഞ്ഞത്. അന്ന് കേരളത്തിലെ ഒരാൾക്ക് നിസ്കരിച്ചണമെന്ന് തോന്നിയാൽ ആരോടും ചോദിക്കേണ്ടി വരില്ല, പള്ളിക്കൺ കയറിങ്ങാണ്ട് തെക്കിബിറൻ കെട്ടിയാൽ മതി, ഓൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്നത് 8 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്ന നിസ്കാരം, നോമ്പ്, ഈമാന് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് മദ്രസ സംസ്കാരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതുകൊണ്ട് ഒന്ന് മദ്രസയെ നമ്മൾ തിരിച്ചറിയണം. മദ്രസയ്ക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത അത് ഉണ്ടാക്കിയവരുടെയും അതിലേക്ക് പോകുന്നവരുടെയും ഉദ്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു പ്രാദേശിക മദ്രസ ഉണ്ടാവും. ഇപ്പോഴൊക്കെ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു സിസ്റ്റമാറ്റിക്കായ മദ്രസയുണ്ട്. ഞാൻ 2ൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്ക് 2ഉം പറയാനുള്ള യോഗ്യതയുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്കൂളിൽ ഒരാഴ്ചയിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരു ദിവസത്തിൽ 3 പീരീഡ് വീതം 5 ദിവസം ഉണ്ടെങ്കിൽ 15 പീരീഡ് കൃത്യമായി കിട്ടും. നമ്മുടെ നാട്ടിലെ മദ്രസയിൽ അരമണിക്കൂർ, ചില കുട്ടികളൊക്കെ 10 മിനിറ്റാണ് വരിക. മദ്രസയിൽ വന്നുങ്ങാണ്ട് ഫാത്തിഹ ഓതിയിട്ടൊരു ബൈത്തുണ്ട്, അതൊക്കെ ചൊല്ലി കഴിയുമ്പോഴത്തേന് ഉസ്താദേ പോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് 5 മിനിറ്റ് 10 മിനിറ്റിനൊക്കെ മദ്രസക്ക് വരുന്നവർ ഏറി അരമണിക്കൂർ കിട്ടിയ വലിയ കിട്ടലായി. ഇങ്ങനെയൊക്കെയാണ് മദ്രസയിലുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലെ മദ്രസയും നാട്ടിലെ മദ്രസയും തമ്മിൽ വേർതിരിയുന്ന 2 ഘടകങ്ങളുണ്ട്. ആ ഒരു അരമണിക്കൂർ വേറെ തന്നെ ഇക്കാരം. മറ്റേ 3 പീരീഡിൻ്റെ അവിടേക്ക് അതിനേക്കാൾ എത്രയോ മേലായിരിക്കും ഈ അരമണിക്കൂറുണ്ട്. അതിൻ്റെ ഒരു കാരണം, രാവിലെ മദ്രസയ്ക്ക് കുട്ടി ഇങ്ങനെയാണ് പോകുമ്പോൾ, പുസ്തകമൊക്കെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെയാണ് പോകുമ്പോൾ മനസ്സിലുള്ളത് ഞാൻ ഓതാൻ പോവുകയാണ് എന്ന നിയ്യത്താണ് എന്നതാണ്. രണ്ടാമത് സ്കൂൾക്ക് പോകുമ്പോൾ 15 പീരീഡ് കിട്ടിയാലും നിയ്യത്തിൽ ഞാൻ സ്കൂൾക്ക് പോവുക എന്നാണ് ഉണ്ടായിരുന്നത്. സംഗതി സമയമൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെ 2ൻ്റെയും ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാവും.
രണ്ടാമത്തെ കാര്യം, സ്കൂളുകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവർ ദുന്യാവുന്ന എന്തെങ്കിലും കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഭൂരിഭാഗവും, അല്ലാത്തത് വളരെ അപൂർവമായിട്ടുണ്ടാവും. എന്നാൽ മദ്രസയ്ക്ക് വേണ്ടി ചിറ്റ് മുറിച്ച് കൊടുത്ത ആൾക്കാർ ദുന്യാവുന്ന ഒന്നും കിട്ടാനല്ല, ആഖിറത്തിൽ ജാരിയായ സ്വതക്കയായി കിട്ടാനാണ്. പണം ചെലവഴിക്കുന്നവരുടെ ഉദ്ദേശമാണ് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും മദ്രസകൾക്ക് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകളാണ് എന്നതാണ് മദ്രസയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ ഇസ്ലാമിക സംസ്കാരത്തെ തകർക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ശത്രുക്കൾക്കറിയാം. ഒന്ന് മസ്ജിദ് സംസ്കാരത്തെ തകർക്കണം, മറ്റൊന്ന് മദ്രസ സംസ്കാരത്തെ തകർക്കണം. മസ്ജിദ് സംസ്കാരത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ പള്ളി പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ പൊളിക്കലാണ്. മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരമുണ്ട്. മസ്ജിദുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊരുപാട് കാര്യങ്ങൾ പള്ളിയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമുഅക്ക് എന്നാൽ ഇമാമ് ഖുത്ബ ഓതും. ഒന്നാമത്തെ ഖുത്ബ അവസാനിക്കുമ്പോൾ ഒരു ആയത്ത് ഓതലുണ്ട്. ആ ആയത്തിൻ്റെ മുമ്പ് ഇമാം ഇങ്ങനെ ഉറക്കെ പറയും, കലാമുല്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം നമ്മളെല്ലാവരും പറയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ഈ ദിക്ർ ആരും എഴുതി പഠിച്ചതല്ല, എല്ലാവരും കേട്ട് പഠിച്ചതാണ്. ഈ ദിക്ർ ആരും എഴുതി പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ തലമുതിർന്ന കാരണവന്മാർ ചെല്ലിന് കേട്ടിട്ട് നമ്മൾ പഠിച്ച ഒരു സാധനമാണ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അത് കഴിഞ്ഞിട്ട് ഇമാമ് നിസ്കരിക്കാൻ നിന്നാൽ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്തോതും. സൂറത്തോതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ചില ദുആകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ കാരണന്മാരെന്തോ അവിടെ എത്തുമ്പോൾ സുസു എന്ന് പറഞ്ഞത് കേട്ടു. പിന്നെ നമ്മളിങ്ങനെ ആരെങ്കിലും ഒരാളെ കിട്ടിയപ്പോൾ എന്താണ് ഒരു സുസു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ നമ്മൾ പിന്നെ പഠിച്ചുണ്ടാക്കിയതാണ് ഒരു സാധനം. ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഈ സംസ്കാരത്തെ തകർക്കുക അതെങ്ങനെയാ വെച്ചാൽ, ഇന്നിപ്പോൾ ജുമാക്ക് നിങ്ങൾ പള്ളിയിലൊക്കെ കയറി നോക്കിക്കോളി. ജുമാക്ക് പള്ളി കയറിയാൽ ഇമാമ് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ ഒറ്റ കുട്ടി മുണ്ടാതിരിക്കാരം. ന്യായം ഉണ്ടാവും, അത് പള്ളിയിൽ വെച്ച് ദിക്ർ ഉറക്കയാക്കാൻ പറ്റൂല എന്നാണ് ന്യായം. പക്ഷെ അത് തഅലീമിൻ്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പറ്റുമല്ലോ, അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ഏതായാലും പറ്റുമല്ലോ. പക്ഷേ ഇന്ന് പഴയ തലമുറ അത് ചെല്ലണ് കേൾക്കൂല, അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് പഠിണില്ല. അപ്പം നമ്മൾ പറയും കുട്ടികളൊക്കെ അപ്പം മേലെ കയറിയിരുന്ന് വർത്താനം പറയാണ് എന്ന് പറയും. കുട്ടികൾ മേലെ കയറിയിരുന്ന് വർത്താനം പറയാതിരിക്കണമെങ്കിൽ താഴെ ഇരിക്കണ കാരണന്മാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. ഇമാമ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ കേൾക്കുന്ന ആളുകളൊക്കെ വലൈക്കുമുസ്സലാം എന്ന് പറയുമ്പോൾ മേലെ കുറച്ച് കുട്ടികൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഓല് താഴത്തുനിന്ന് വലൈക്കുമുസ്സലാം എന്ന് കേൾക്കുമ്പോൾ ആ താഴത്ത് ജുമുഅയാണല്ലേ, മുണ്ടാൻ പറ്റില്ല, എന്നാൽ നേരെ ഇരിക്കാൻ തീരുമാനിച്ചിങ്ങാണ്ട് നേരെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയുമ്പോൾ വർത്താനം ഇങ്ങനെ മുറുകണുണ്ടാവും മേലെ. അപ്പോൾ എല്ലാവരും കൂടിയും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോൾ മേലുള്ള കുട്ടികൾക്ക് മനസ്സിലാവും പടച്ച റബ്ബേ താഴെ ജുമുഅയാണല്ലോ എന്നാ മുണ്ടണ്ടാന്ന്. ഇതൊക്കെ ഈ മസ്ജിദ് സംസ്കാരത്തിൽപ്പെട്ട സംഗതികളാണ്. ഇതെല്ലാം എടുത്തു കളയുന്നൊരു തരത്തിലേക്ക് ആരോ മനഃപൂർവ്വം നമ്മളെ പറ്റിച്ചിരിക്കുന്നു, നമ്മളതിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംസ്കാരങ്ങളെല്ലാം മടക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു കാര്യം. എൻ്റെ വിഷയം മദ്രസ ആയതുകൊണ്ട് വേഗം അതിലേക്ക് വരികയാണ്. മദ്രസയുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തെ മുൻഗാമികൾ വളർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബീഉൽ അവ്വൽ 12 ഉദാഹരണം പറയാം. റബീഉൽ അവ്വൽ 12 പെരുന്നാളിനേക്കാൾ, ചെറിയൊരുനാളിനേക്കാൾ, വലിയൊരുനാളിനേക്കാൾ, മദ്രസൻ്റെ വാർഷികത്തിനേക്കാൾ, മജ്ലിസ് നൂറിൻ്റെ വാർഷികത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക. അതെന്താ കാരണം വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് യഥാർത്ഥത്തിൽ ഈമാൻ പറയുന്നത്. അപ്പോൾ റബീഉൽ അവ്വൽ 12 കുട്ടികളെ പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്വകാര്യത്തിൽ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ?
അപ്പോൾ സദർ ഉസ്താദ് പരിപാടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യും. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്റ്റേജമ്മ കയറിയിട്ട് ഹക്കാന കൊനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായി. അപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികളുണ്ടാവും, ഓല കീശയിലുണ്ടാവും കായ്. ഓൽക്ക് ഇങ്ങനെ തോന്നും, എന്താ ഈ പൈസ കീശയിൽ വെച്ചിട്ട് ഓല എടുത്തുങ്ങാണ്ട് കവറിലാക്കിങ്ങാണ്ടാണ് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ മദ്രസയുമായി ചുറ്റിപ്പറ്റി പഴമക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെയാണ് മദ്രസ സംസ്കാരം എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്രസ പൊളിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മദ്രസയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ തകർക്കുക എന്നതാണ്. കുറേ കാര്യങ്ങളുണ്ടാവും. ഈ മുമ്പൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് തുണിയും കുപ്പായും കൊടുത്തിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഉസ്താദന്മാർക്കിട്ട് തുണിയും കുപ്പായത്തിൻ്റെ ആവശ്യമില്ലാതായിട്ടുണ്ട്, എന്തായാലും കൊടുത്തിരുന്നു. ഈ തുണിയും കുപ്പായും കിട്ടുക ആർക്കാ വെച്ചാൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക. ഇപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ 8ാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദിന്, 9ാ പോകണമെന്ന് വെച്ചാൽ 9ൽ പഠിപ്പിച്ച ഉസ്താദിന്, 10 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 10ൽ പഠിപ്പിച്ച ഉസ്താദിന്, അങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക. ഈ ഉസ്താദിന് ഈ തുണിങ്കൊപ്പായം കിട്ടുന്നതോടുകൂടി ഉസ്താദിൻ്റെ കൽബിലുണ്ടാവും എൻ്റെ ശിഷ്യത്തിയാണല്ലോ അത്, കുട്ടിയുടെ കൽബിലുണ്ടാവും എൻ്റെ ഉസ്താദാണല്ലോ അത്. പുതിയ തലമുറയ്ക്ക് എൻ്റെ ഉസ്താദ് ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു കുട്ടീനെ വിളിച്ചിട്ട് കുട്ടി എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ എപ്പോഴും തമാശക്ക് പറയലുണ്ട്, നമ്മൾ കുളത്തൂരൊക്കെ വന്നിട്ട് പഴയ ആൾക്കാരോട് ആരോടേലും എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മയമൂലയിലാണ് എൻ്റെ ഉസ്താദ് എന്ന് പറയും. ഓർക്കൊരു എൻ്റെ ഉസ്താദ് ഉണ്ട്, പുതിയ തലമുറക്ക് ഉണ്ടാവില്ല. പുതിയ തലമുറയുടെ എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ലല്ലോ. അല്ല, എന്നെ 5ൽ പഠിപ്പിച്ച് 5ൽ പഠിപ്പിച്ചത് ഒരു താടിയുള്ള ആളായിരുന്നു പറഞ്ഞ. അല്ല, എന്നെ 6ൽ പഠിപ്പിച്ചോന്ന് ചോദിച്ചു, 6ൽ പഠിപ്പിച്ചത് ആ പാലത്തിൻ്റെ അപ്പുറം നിന്ന് വന്നിരുന്ന ഒരാളായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഹിന്ദുസ്താദാവുമോ? ആ ആളെ പേരും ഊരും വിലാസമൊക്കെയാണ് പറയേണ്ടത്. ഞാൻ വേങ്ങര അടുത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ ഒരു മദ്രസൻ്റെ 60ാം വാർഷികമാണ്. പുതിയ മദ്രസ പൊളിച്ച് നേരാക്കിയിട്ടുണ്ട്. 60ാം വാർഷികമാണ്, മദ്രസൻ്റെ ഉദ്ഘാടനമാണ്. അങ്ങനെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു പണി ചെയ്തു. 60 കൊല്ലമായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിലേക്ക് തിരഞ്ഞു വയ്ക്കുക. ഒരു സംഘം 2-3 ടീമൊക്കെ ഉണ്ടാക്കിയിട്ട് 60 കൊല്ലമായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ തിരഞ്ഞു പോയി ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ വയ്ക്കുമെങ്കിൽ ഓല് ക്ഷണിച്ചു, വരാൻ വയ്യാത്തവർക്കൊരു ഹദിയ അപ്പം തന്നെ കൊടുത്തു. മരണപ്പെട്ടവരുടെ ഖബർ അന്വേഷിച്ചിട്ട് ഖബറിങ്ങ് പോയി ദ്വാരങ്ങാണ്ട് പോന്നു. ഒരു നല്ല കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ബോധം അവൻ്റെ ഗുരുനാഥൻ ആരാണ് എന്ന ബോധമാണ്. ഇതൊരു മദ്രസ സംസ്കാരമാണ്. പഴയ കാലത്തുണ്ടായിരുന്നു, പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്. എൻ്റെ ഉസ്താദ് തന്നെ സാധനമില്ല. ആരാ എൻ്റെ ഉസ്താദ് എന്ന് ചോദിച്ചാൽ അറിയില്ല. തലകെട്ടിയ ആളാണ്, തൊപ്പിട്ട ആളാണ്, പാലത്തിൻ്റെ അപ്പുറത്ത് വരുന്നതാണ്. ഇതൊക്കെയാണ് മറുപടി. അങ്ങനെയൊന്നും പോരല്ലോ. അപ്പം അങ്ങനെ ഒരു സാധനം ഇല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് എന്താ മനുഷ്യന് സംഭവിക്കുക? ചോദിക്കാനും പറയാനും ആളില്ല. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആരോടൊപ്പം ചോദിക്കുക, ആരോടാ പറയുക? ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതിനെയാണ് മദ്രസ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം മദ്രസക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തൊരു കാര്യം മാനേജ്മെൻറ്റിനോടുള്ള സമീപനമാണ്. നടത്തിപ്പുകാരോട്, കാര്യകർത്താക്കളോട് 2 സമീപനങ്ങളാണ് മനുഷ്യനുണ്ടാകുക. ഒന്ന്, വിഷയം ശരിയാണ്, ആൾക്കാർ ശരിയല്ല എന്ന് പറയും. അതാണ് അബൂജാഹിലിൻ്റെ സമീപനം എന്നാണ് ലഅനത്തുല്ലാഹി അലൈഹി അതിന് പറയാം. രണ്ടാമത്തെ ഒന്നുണ്ട്, ആളൊക്കെ ശരിയാണ്, വിഷയം ശരിയല്ല എന്ന് പറയും. അതിന് അബൂ സുഫിയാൻ്റെ സമീപനം എന്ന് പറയും. അബൂജാഹിലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ആളാന്ന് അഭിപ്രായം ഇല്ല, വിഷയം ശരിയാണ്, അള്ളാഹു തആല കൊന്നെന്നെയാണ്, ദ്വാരക്കൽ അള്ളാഹിനോട് തന്നെയാണ് നല്ലത്, കാബൻ്റെ ഉടമസ്ഥനാണ്, കാബ സംരക്ഷിക്കാൻ അള്ളാഹ് തന്നെയാണ് ഉള്ളത് എന്നൊക്കെ അബൂജാഹിലിന് അഭിപ്രായം ഉണ്ടായിരുന്നു. അതേസമയത്ത് ഈ നാട്ടിലിപ്പോൾ ഒരു നബി വരികയാണെങ്കിൽ അതാ യത്തീംകുട്ടി ആകണതൊന്നും ശരിയാവില്ല, എന്നെപ്പോലത്തെ ആരെങ്കിലുമൊക്കെയാണ് ആവേണ്ടത്. അപ്പോൾ ആൾ ശരിയല്ല, വിഷയം ശരിയാണ് എന്ന അഭിപ്രായമാണ് അബൂജാഹിലിനുണ്ടായിരുന്നത്. രണ്ടാമത് അബൂ സുഫിയാന് ഹിർക്കൽ രാജാവിൻ്റെ, ഫലസ്തീൻ ഭരിച്ചിരുന്ന രാജാവിൻ്റെ രാജസിംഹാസനത്തിൽ, രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു, മുഹമ്മദ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പറഞ്ഞ ആളൊന്നും കുഴപ്പമില്ല, ഇതുവരെ നുണ എന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു.
ഇതുവരെ നുണയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഓൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ ഇനി പറയുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആളൊന്നും കുഴപ്പമില്ല, വിഷയം ശരിയല്ല എന്നുള്ളതാണ് മൂപ്പര്. ഇത് രണ്ടും ഉണ്ടാവും. സംഗതി നമുക്ക് വേണ്ടത് ആളും ശരിയാണ് വിഷയം ശരിയാണ് എന്ന ഒരു ബോധമാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉണ്ട്. നമ്മളെന്തേ സെക്രട്ടറി ആവാഞ്ഞത്? ആകാൻ പറ്റാത്തതുകൊണ്ട്. നമ്മളെ പ്രസിഡൻ്റായാലും വേറെ ആളുള്ള എന്ത് അയാളെ പറ്റിയതുകൊണ്ട് നമ്മളെ പറ്റാത്തതുകൊണ്ടും, അതുകൊണ്ട് ഇനി അയാൾ പറയണത് കേൾക്കുക, അയാൾ പറയണത് അനുസരിക്കുക, അങ്ങനെ നേതൃത്വത്തെ അനുസരിക്കുക എന്ന ഒരു തരത്തിലേക്ക് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ മുസാഫിൻ്റെ നടുക്കണ്ടം വെട്ടിയെടുത്തുങ്ങാണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറി ആക്കൊന്നുമില്ല. ഉള്ളയിൽ പറ്റിയതിനെ പിടിച്ചിട്ടേ ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവുകയുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാകുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തൊരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല, ദീൻ പരിശീലിപ്പിക്കലാണ്. ഇപ്പം നമ്മളെ മദ്രസയിലെ മുഅല്ലിമുകൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടിൽ ദീനീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്ത് പറയുന്നത്, ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ്. പഠിപ്പിക്കുന്നതിന് എന്നല്ല, പരിശീലിപ്പിക്കുന്നതിന് എന്നാണ്. പഠിപ്പിക്കൽ ആവശ്യമാണ്, അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്. സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ്, ആവശ്യമില്ലാത്ത സാധനമൊന്നുമല്ല. പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പരീക്ഷയിൽ ജയിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതൊക്കെ ശരിയാണ്. ഉദ്ദേശത്തിൽ 5ാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ നിൽക്കാനാണ് തുടങ്ങണം. ആരും പറയാതെ, വാപ്പാൻ്റെ പ്രേരണ ഇല്ലാതെ, അമ്മാൻ്റെ പ്രേരണ ഇല്ലാതെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ് പാസ്സായി എന്ന് പറയാം. 7ാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശാർത്ഥത്തിൽ പറയാൻ കഴിയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കലും പലിശ വാങ്ങലും പലിശൻ്റെ ഇടപാടും ഓനാണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ 7ാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശത്തിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയും മതവിദ്യാഭ്യാസത്തിൻ്റെയും ഉദ്ദേശം പഠിപ്പിക്കലല്ല, പരിശീലിപ്പിക്കലാണ്. ഈ കാര്യം ജീവിതത്തിലാണ്ട് ഉണ്ടായിത്തീരലാണ്. കാര്യം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കണം, അല്ലാതെ ഉണ്ടാവില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരിക്കണം. അപ്പോഴാണ് കാര്യം ശരി. അപ്പോൾ ഈ ഹാറൂർ റഷീദിൻ്റെ കഥ ഉണ്ട്. നമ്മളെ മദ്രസയിലെ കുട്ടികളൊക്കെ താരീഖിൽ അമീൻ മഹ്മൂന് പറഞ്ഞിട്ട് 2 ആൾക്കാരുടെ താരീഖ് പറയുന്നുണ്ട്. ഹാറൂർ റഷീദിൻ്റെ 2 മക്കളാണ് അമീനും മഹ്മൂനും. അവരുടെ താരീഖ് പറഞ്ഞത് എന്താ വെച്ചാൽ ഉസ്താദിൻ്റെ ചെരുപ്പ് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു, അങ്ങനെ വലിയ ആൾക്കാരായി എന്നതാണ് പറയുന്ന കാര്യം. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇവരുടെ വാപ്പ ഹാറൂൺ റഷീദ് ഒരു കല്യാണം കഴിച്ചു. അങ്ങനെ തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊടുന്നു. ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങിപ്പോവുകയാണ്, തെറ്റിപ്പോവുകയാണ്. അതിൽ ഭാര്യയോട് ചോദിച്ചു, എന്താ തെറ്റിപ്പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ സുബ്ഹിൻ്റെ ബാങ്ക് കേൾക്കാതിരുന്നിട്ടില്ല, ഇവിടെ വന്നതിന് ശേഷം ബാങ്ക് കേൾക്കണില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു. ഹാറൂൺ റഷീദ് കൊട്ടാരത്തിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിലൊരു മുക്കിറിനെ നിയമിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുന്നു എന്നാണ് താരീഖ്. നമ്മുടെ വീട്ടിൽ ബാങ്ക് കേൾക്കലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കലുണ്ടോ? എന്നെല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്, നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല. നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയാൽ അപ്പോൾ നമുക്ക് ഓരോ കണക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരാൻ, അവിടുന്ന് ഇത്ര കിട്ടാണ്ട് ഇവിടെ അത്ര കൊടുക്കാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല. നിസ്കാരത്തിൽ ഖുശൂ കിട്ടണമെങ്കിൽ 2 കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ്. 1 കാമിലായ ഉളൂ ചെയ്തിരിക്കണം, 2 ബാങ്ക് മുഴുവനായും കേട്ടിരിക്കണം. അത് നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ നിർബന്ധമായ 2 നിബന്ധനകളാണ്. ഇന്ന് ബാങ്ക് നമ്മൾ പലപ്പോഴും കേൾക്കണില്ല. ബാങ്ക് ഇങ്ങനെ പള്ളിക്കന്ന് കേൾക്കുമ്പോൾ ബാങ്ക് കേൾക്കുകയാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് ആ വർത്താനാണ് നിർത്തിങ്ങാണ്ട് വേറെ വർത്താനം തുടങ്ങും. അപ്പം നമ്മളിങ്ങനെ പ്രസംഗിക്കണതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്താൽ പ്രസംഗം നിർത്തും, എന്നിട്ട് വേറെ വർത്താനം തുടങ്ങും. ഇതാണ് പെരയിലും അങ്ങനെ തന്നെ സംഭവിക്കണത്.
അതിന് പകരം കുട്ടികളെ ശരിക്കും ബാങ്ക് കൊടുക്കുമ്പോൾ വർത്താനം പറഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണെന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത്. ബാങ്ക് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ദഅവത്താണല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീല വൽ ഫളീല. കാമിലായ ദഅവത്താണ് ബാങ്ക് പറയുന്നത്. കാമിലായ ദഅവത്ത ബാങ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരഭിപ്രായമുണ്ട്, ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമുള്ളത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കാണ് എന്നാണ്. കാരണം കാമിലായ ദഅവത്ത് നടത്താനുള്ള അവസരം അവർക്കാണുള്ളത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, പരിപൂർണമായ ദഅവത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഈ വേദിയിലും പറയാണ്, നമ്മളെ പ്രദേശത്തുള്ള ജില്ലയിലൊക്കെ ഉള്ള മുഅദ്ദിനുകളെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിശീലനം കൊടുത്താൽ ഇസ്ലാമിക ദഅവ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ബാങ്ക് വലിയൊരു ദഅവത്താണ്. നിസ്കരിക്കാൻ വിളിക്കുകയുള്ളൂ, അതിലേറെ വലിയൊരു ദഅവത്ത് വേറെ എന്താ ഉള്ളത്? അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച്, അതിൻ്റെ ശുറൂത്തുകളൊക്കെ പാലിച്ച്, അതിൻ്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചിട്ട് ഒരു പ്രദേശത്ത് ബാങ്ക് കൊടുത്താൽ ആ ബാങ്കാണ്ട് കേട്ടാൽ അങ്ങോട്ടാണ്ട് പോകാൻ അറിയാതെ തോന്നണം. അതാണല്ലോ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ പറയാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് പറയാൻ പറ്റിയ വേദിയാണ് എന്ന് ഞാൻ നിർബന്ധമായും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം, അതാണ് ഞാൻ പറഞ്ഞത്. ബാങ്ക് കൊടുക്കുമ്പോഴുള്ള വീട്ടിലെ സമീപനം എന്താണ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ വീട്ടിലുള്ള സമീപനം എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ സമീപനം എന്താണ്? ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പരിശീലനമാണ് ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അത് പരിശീലനമാണെങ്കിൽ വീട് അതിലേക്ക് ചേരണം. ഇതിന് അനുബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നാലാമത്തേത്, അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊല എന്നത്. അൽ ഉമ്മു, ഉമ്മ, ഹിയ അൽ മദ്റസത്തുൽ ഊല, ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ എന്നാണ് അതിൻ്റെ നേർക്ക് നേരുള്ള അർത്ഥം. അൽ ഊല എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അള്ളാഹു തആല എന്നർത്ഥമുണ്ട് അൽ ഊല എന്നുള്ളതിന്. ഉമ്മയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കുന്നത് എന്നാണ്. ഇതിപ്പോൾ അമ്മമാരോട് പറയേണ്ടതാണ്, പക്ഷെ നമുക്ക് വാപ്പാരെയാണ് കിട്ടുന്നത്, അതുകൊണ്ട് വാപ്പാരോട് പറയാം. ഉമ്മ ഒന്നാമത്തെ മദ്രസ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉമ്മ പഠിപ്പിക്കുന്ന വിജ്ഞാനങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക എന്നാണ്. ഇപ്പം നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും, പക്ഷെ നമ്മൾ അറിയെങ്കിലും തിന്നുമ്പോൾ മറക്കും. തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ മറന്നിട്ടുണ്ടാവും. എന്നാൽ തുണി എടുക്കാൻ മറക്കൂലല്ലോ. നമ്മൾ ഉറക്കത്തുനിന്ന് നീച്ചിട്ട് എവിടേക്കെങ്കിലും മണ്ടുകയാണെങ്കിലും തുണി എടുത്തുങ്ങാണ്ട് വേഗം മണ്ട് ചെയ്യുക. പിരാന്തനായാൽ വരെ തുണി എടുക്കും. പാൻറ് ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ മുന്നും പിന്നൊക്കെ കീറിയിട്ടുണ്ടാവും, എന്നാലും അവൻ ആ സാധനം ഇടും. എന്തുകൊണ്ടാണ് ബിസ്മി മറക്കുന്നു, അൽഹംദുലില്ലാ മറക്കുന്നു, തുണി എടുക്കാൻ മറക്കുന്നില്ല? ഇതിൻ്റെ കാരണം, എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മ നമ്മളെ പരിശീലിപ്പിച്ചതാണ് എന്നതാണ് അതൊരിക്കലും ജീവിതത്തിൽ മറന്നു പോകാത്തതിൻ്റെ കാരണം. ബിസ്മി മറക്കാതിരിക്കണമെങ്കിൽ ഉമ്മ ഒരു കാര്യം ചെയ്യണം. മുല നൽകുന്ന സമയം മുതൽ ജീവിതത്തിൽ എപ്പോൾ ഭക്ഷണം നൽകുകയാണെങ്കിലും അപ്പോഴെല്ലാം കുട്ടി കേൾക്കുന്ന തരത്തിൽ ഉറക്ക ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമാണ് മനുഷ്യന് നേട്ടമുണ്ടാകുക. അതുകൊണ്ട് അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊല. നമുക്ക് എന്തൊക്കെ വിഷയത്തിൽ സംശയം തോന്നിയാലും അള്ള ഉണ്ട് എന്നുള്ളതിൽ സംശയം തോന്നാത്തതിന് ഒരേ ഒരു കാരണം മാത്രമാണുള്ളത്, ഉമ്മ പറഞ്ഞു എന്നതാണ് അള്ളാഹുവിനെ എന്നതാണ് കാരണം. അപ്പോൾ ഉമ്മ പറയുന്ന ഒരു വിഷയത്തിനും തെളിവ് വേണ്ടി വരൂല എന്നതാണ് ജീവിതത്തിലെ വലിയൊരു സന്ദേശം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉമ്മ പറഞ്ഞു കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നാലാമത്തേത്. അഞ്ചാമത്തെ കാര്യം അതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യമാണ്, വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്നതാണ്. അൽ വലദു സിർറു അബീഹി എന്നതാണ് അഞ്ചാമത്തെ കാര്യം. പിതാവിൻ്റെ വാപ്പാൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് പരസ്യമായി ചെയ്യുന്നവരാണ് മക്കൾ. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ കുട്ടിക്ക് 7ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് റബീഉൽ അവ്വൽ 12-ന് മദ്രസയിലെ കുട്ടികളുടെ കലാപരിപാടിയിൽ വെച്ചുകൊണ്ട് സമ്മാനം കിട്ടുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടിയുടെ പേരിങ്ങനെ വായിച്ചു,
വാപ്പാൻ്റെ പേരൊക്കെ ഇങ്ങനെ വായിച്ച് സദറുസ്താവ് വായിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വാപ്പ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കും. അങ്ങനെ സമ്മാനം വാങ്ങണതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറയും, എൻ്റെ ചെറുക്കനാണ് ആ വാങ്ങണത്, ഓ അല്ലെങ്കിലും എൻ്റെ മാതിരി വളരെ ഉഷാറാണ്, ഓൻ്റെ പെങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, ഓൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ്, എൻ്റെ വാപ്പി അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുക അടുത്തിരിക്കുന്ന ആളോട്. ഇതേ കുട്ടി ഈ റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജിന്മേൽ കയറി സമ്മാനം വാങ്ങിയ അതേ കുട്ടി കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് അടി കിട്ടിയാൽ വാപ്പ പറയും ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമായതുകൊണ്ടാണ്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടല്ലേ? എന്നാല് ആൾക്കാരിൽ നിന്ന് പേരടിക്ക് നോക്കിയിട്ട് അടി കിട്ടിയതും എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. അതാണ് അൽ വലദു സിർറു അബീഹി, മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു എന്ന് പറഞ്ഞത്. വാപ്പാൻ്റെ രഹസ്യത്തെ മക്കൾ പരസ്യമാക്കും. വാപ്പ പിതാവ് സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയാൽ വാപ്പനെ കൊണ്ടുവരാടാന്ന് പറയും സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന്. വേണ്ടാത്ത കാട്ടിയാൽ വാപ്പാനെ കൊണ്ടുവരാടാന്ന് പറയും. അതിന് ചെല്ലേണ്ട ആൾ തന്നെയാണ്. കാരണം ഓൻ്റെ അടുത്ത് തന്നെയാണ് പ്രശ്നമുള്ളത്. ഇത് വാപ്പാരെ സദസ്സായതുകൊണ്ട് നമുക്ക് എന്തായാലും തുറന്നു പറയാൻ പറ്റും. ചില സ്ഥലത്ത് ചെന്നാൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് കണ്ടിട്ട് കുട്ടികളെയും കൊടുന്നിരുത്തും. അപ്പോൾ പറയാൻ പറ്റൂലല്ലോ. ഇപ്പം നമുക്ക് എന്തായാലും പറയാൻ പറ്റും. ഇപ്പോൾ വാപ്പാർ മാത്രമേ ഉള്ളത്. വാപ്പാൻ്റെ കുഴപ്പം തന്നെയാണത്. മാതാപിതാക്കളിൽ നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് പിതാവിൻ്റെ സ്വകാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. വാപ്പ സ്വകാര്യതയിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യുന്നു. അത് നന്മയാണെങ്കിലും അങ്ങനെയാണ്, തിന്മയാണെങ്കിലും അങ്ങനെയാണ്. മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരുണ്ട്, വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളുമുണ്ട്. മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളുണ്ട്. ഗൗസുൽ ആലമിൻ്റെ പിതാവിനെ നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അബൂ ഹനീഫത്തൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ മനസ്സിലാക്കാം. രണ്ടിൻ്റെയും ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവിടുത്തെ മകനായ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാമും ഒരു നല്ല വാപ്പാക്ക് ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു നല്ല മകൻ ഉദാഹരണമാണ് സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് രംഗം. അങ്ങനെ കാട്ടിലെത്തി, ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തി, കയ്യിൽ കയറുണ്ട്, കത്തിയുണ്ട്. വാപ്പ മോനോട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. കുഞ്ഞിമോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നം മുഖേനയായി വഹി നൽകിയിട്ടുണ്ട്. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? മകൻ പറഞ്ഞു, യാ ബതിഫ് അൽ മാ തുഅ്മർ. വാപ്പ, നിങ്ങളോട് എന്താണ് കൽപ്പനയുള്ളതെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഈ ചോദ്യത്തിന് നേരത്തെ പഠിപ്പിച്ചല്ല, ഉമ്മ പറഞ്ഞു കൊടുത്തതല്ല. മോനെ, വാപ്പ എന്നെ കാട്ടിക്കൊണ്ടോട്ടോ. അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്ത് എത്തിയാൽ വാപ്പ പറയും, അന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ വഹി നൽകിയിട്ടുണ്ട്, എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. ഇമ്മാൻ്റെ കുട്ടി, കുഴപ്പമില്ല വാപ്പ, നിങ്ങളെ അർത്തോളിന്ന് പറഞ്ഞോളൂണ്ടു, ഒന്നും സംഭവിക്കൂലടാ, ദേശം കഴിയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആടിനേറ്റ് വരും എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തതല്ല. ഈ ചോദ്യത്തിന് ഈ കുട്ടിയിൽ നിന്ന് എങ്ങനെ ഒരു മറുപടി വന്നു എന്നതിൻ്റെ ഉത്തരം, വാപ്പാൻ്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകൻ്റെ ഗുണം മകനുണ്ടായതാണ്. വാപ്പാൻ്റെ ഗുണം അതാണ് ഇബ്രാഹിമിയത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയലുണ്ട്, അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ് എന്ന് അലൈഹിസ്സലാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാത്രിയിൽ വഴിയിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു,
മർഹബം ബി ഇബ്നി സ്വാലിഹി, സ്വാലിഹായ എൻ്റെ മകന് സ്വാഗതം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ച് ഇങ്ങോട്ട് മോനെന്നും പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് അങ്ങോട്ട് വാപ്പാന്നും പറഞ്ഞിട്ടുണ്ട്. മില്ലത അബീകും ഇബ്രാഹീമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണ്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അദ്ദേഹമാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. വാപ്പന്നെയുള്ള മക്കൾക്ക് പേരിടുക, നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ട ആള് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽഅർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. വജ്ജഹ്തു വജ്ഹി, എൻ്റെ ശരീരത്തെ ഞാൻ നേരിടിക്കുന്നു, ലില്ലദീ, ഒരു അല്ലാഹുവിലേക്ക്, ഫതറസ്സമാവാതി വൽഅർദ്, ആകാശഭൂമികളെ അവനാണ് പടച്ചത്. ഹനീഫൻ, ഞാൻ സത്യമാർഗത്തിൽ ഉറച്ചവനായ നിലയിലും, മുസ്ലിമൻ, മുസ്ലിമായ നിലയിലും. ശരിക്ക് ലോജിക്ക് അനുസരിച്ച് പറയേണ്ടത് മുസ്ലിമൻ ഹനീഫൻ എന്നാണ്. മുസ്ലിമിനെ മുന്തിച്ചുകൊണ്ടാണ് ശരിക്ക് പറയേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് ഹനീഫിനെ മുന്തിച്ചു? അതിനൊരു കാരണമുണ്ട്. ഹനീഫ് എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓമനപ്പേരാണ്. മുസ്ലിമിന് തെറ്റിയാലും ഹനീഫിന് തെറ്റൂല എന്നുള്ളതാണ് ഹനീഫിനെ മുന്തിച്ചതിൻ്റെ കാരണം. മുസ്ലിമിന് തെറ്റിയാലും ആർക്ക് തെറ്റൂല? ഹനീഫിന് തെറ്റൂല. ഹനീഫ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വാപ്പാൻ്റെ ഗുണം വാപ്പാക്കാണ്ടുണ്ടായപ്പോൾ മക്കളുടെ ഗുണം മക്കൾക്കണ്ടുണ്ടായി എന്നതാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലും അബ്ദുല്ലാഹി ബിൻ ഉമറിലും കാണാൻ പറ്റും. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ ചെന്നു. മദീനത്തെ പള്ളിയിൽ ചെന്ന് സഹാബത്ത് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തെ, ഇങ്ങൾക്ക് ആർക്കേലും കമ്പും ചുള്ളിയില്ലാത്ത ഇണച്ചങ്ങളില്ലാത്ത ഇങ്ങനെ നേരെ മേപ്പെട്ട് പോണേ ഒരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സഹാബത്ത് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു റസൂലു ആലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പനയാണ് പറഞ്ഞു. തെങ്ങും അങ്ങനെ തന്നെയാണ്, കവുങ്ങ് അങ്ങനെയാണ്, പല മരങ്ങളുണ്ട്, പനയുണ്ട്, ഒക്കെ അങ്ങനെ തന്നെയാണ്. സദസ്സ് കഴിഞ്ഞ് പോരുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ വാപ്പാട് പറഞ്ഞു, ഇപ്പാ എനിക്ക് നബി തങ്ങളെ ചോദിക്കാൻ തുടങ്ങിയേക്കിരുന്ന അത് ഈത്തപ്പനേന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ചെറുക്കത് പറയാഞ്ഞത്? ആ നാലാളിടയിൽ വെച്ചിട്ട് ഇയ്യതാണ്ട് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുങ്ങാണ്ടുണ്ടാവും ഫേസ്ബുക്കിലൊരു പോസ്റ്റൽ, എന്തേച്ച് പറയാഞ്ഞതെന്ന് ചോദിച്ചു. അന്നിപ്പോൾ ഫേസ്ബുക്കൊന്നുമില്ല, എന്നാലും ആ അർത്ഥത്തിൽ ഇന്നത്തെ ഭാഷയെ പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു, ഇതെന്തേ പറയാഞ്ഞത് എന്ന്. അതിൽ മകൻ വാപ്പാടെ ഒരു മറുപടി പറഞ്ഞു, വാപ്പ, എൻ്റെ പിതാവായ നിങ്ങൾ മറുപടി പറയാതിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, എടാ ചെറുക്ക, അത് എനിക്കും അറിയായിട്ടൊന്നും ആയിരുന്നില്ല. വാപ്പാൻ്റെ ഗുണം അത് നമ്മൾ പോലും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ അറിയില്ലെങ്കിലും അറിയുന്ന പറയാം, ഓല് അറിഞ്ഞാലും അള്ളാഹു റസൂലു ആലം എന്നാണ് പറയുക. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് വിവരമില്ലാത്തവൻ്റെ വിവരമാണ്. വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞാൽ ഒരാൾ ഓൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ പള്ളിക്കത്തെ മൂലയരോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ആ 3 പിരിച്ചു എന്ന് പറഞ്ഞു ഉസ്താദ്, എന്താ പഞ്ഞ് കാട്ടുക എന്ന് ചോദിച്ചു. എന്നാൽ ഉസ്താദ് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിലൊന്ന് പോയിട്ട് അവിടുത്തെ ഉസ്താദന്മാരൊക്കെ ഒന്ന് കണ്ട് ഈ വിവരം പറയാം, എന്നിട്ട് ഓലിതൊക്കെ ഒന്ന് കേട്ടതിൻ്റെ ശേഷം ഒരു തീരുമാനം പറയും, അതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താം എന്ന് പള്ളിക്കത്തെ ഉസ്താദ് പറയും. അതേ സമയത്ത് പള്ളിക്കത്തെ ഉസ്താദിനോട് പോയി ചോദിക്കണതിന് പകരം അങ്ങാടി പോയിട്ട് ആ ചായ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മീൻ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മുടി വെട്ടുന്ന ആളോടോ
ഒന്നും അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളോടോ ചോദിച്ചാൽ അപ്പം കിട്ടും മസല. അത് 3 തലാക്കും പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ അതും കൂടിയും പറയും, ഇനി മൂല്യന്മാരറ്റ മാറ്റിപ്പറയോന്നാവോ എന്നും കൂടിയും പറയും. ഇതിനാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മത്തിൻ്റെ വലിയൊരു പരാജയമാണത്. അന്തമില്ലാത്തൊരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ, അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. ഏറ്റവും വലിയ വിവരം അറിയാത്തത് അറിയില്ല എന്നുള്ള വിവരമാണ്. അതില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മളെ വലിയൊരു പ്രശ്നം. വാട്സപ്പ് വന്നതിന് ശേഷം, ഫേസ്ബുക്ക് വന്നതിന് ശേഷം, ട്വിറ്റർ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാവുമോ എന്ന് നമുക്ക് വെറുതെ തോന്നുക. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണല്ലോ, നമ്മൾ പറയേണ്ട അല്ലാത്തടത്ത് നമ്മൾ അഭിപ്രായം പറയാം. ലോകത്ത് 100 ആൾക്കാരിൽ 20 ആൾക്കാർക്ക് മാത്രമേ ഒരു വിഷയത്തെ ശരിയായ രൂപത്തിൽ മനനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി തീരുമാനം പറയാൻ കഴിവുള്ളവർ ഉള്ളൂ എന്നാണ്. 80% ആളുകൾ ഫോളോവേഴ്സ് എന്നാണ് അതിന് പറയുക. മറ്റാരെങ്കിലും പറഞ്ഞതിനെ ഫോളോ ചെയ്യാൻ മാത്രമേ ലോക ജനസംഖ്യയിൽ മനുഷ്യന്മാർക്ക് യോഗ്യതയുള്ളൂ. 100 ആളെടുത്താൽ ഒരു വിഷയത്തെ ആഴത്തിൽ പഠിച്ചൊരു തീരുമാനത്തിലെത്താൻ 20 ആൾക്കേ കഴിവുണ്ടാവുള്ളൂ എന്നാണ്. 80 ആൾക്കാർ മറ്റു കഴിവുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ്. ഇന്ന് അവിടുന്ന് വിട്ടിട്ട് 99 ആൾക്കാർക്കും എന്തേലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്നൊന്നിനും പറ്റാതാവുമല്ലോ, അതുകൊണ്ട് കടക്കട്ട ഒരു കമാൻഡ് എന്ന് തീരുമാനിക്കുന്നവരായി മാറി. ഇതിനെയാണ് വിവരമില്ലാത്തവരെ വിവരം എന്ന് പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറി. എന്തായാലും ആവട്ടെ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അപ്പോൾ ഈ നമുക്കൊരു വിഷയത്തെക്കുറിച്ച്, അപ്പോൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അറിയുമെങ്കിലും അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് എങ്ങനെ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായി എന്നതിൻ്റെ ഉത്തരം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വാപ്പാക്ക് ആ ഗുണമുണ്ടായിരുന്നു എന്നതാണ്. വാപ്പാൻ്റെ ഗുണമാണ് മക്കൾക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്. വാപ്പാൻ്റെ ഗുണമാണ് മക്കൾക്കുണ്ടാകുക. ഇതിനനുബന്ധമാണ് ആറാമത്തെ ഒരു കാര്യം, ഇൽമ് ഒരു മനുഷ്യനിൽ നിലനിൽക്കണമെങ്കിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമിനെയും ഇൽമിൻ്റെ അഹ്ലുകാരെയും ഇൽമുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയും ബഹുമാനിക്കുന്നവർക്ക് മാത്രമാണ് ഇൽമ് നിലനിൽക്കുക. നമ്മളെപ്പോഴും ദ്വാരക്കലുണ്ട്, പഠിച്ചോനെ നാഫിയായ ഇൽമ് തരണേ അല്ലാഹ്. ഈ നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമല്ല, ശരിക്ക് 2 എണ്ണം ആളാണ്. 2 എണ്ണം നാഫിയായ മനുഷ്യൻ പഠിക്കുന്ന അറിവുകൾക്കാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. അപ്പോൾ നാഫിയായ ഇൽമ് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ വേറെ കുറേ വിവരം തരണേ എന്നല്ല, ഉള്ള വിവരത്തെ നാഫിയാക്കി തരണേ എന്നാണ്. നമ്മൾ മയ്യത്ത് കൊടുന്ന് വെച്ചിട്ട് മയ്യത്ത് സ്കരിക്കുമ്പോൾ ദ്വാരക്കുമല്ലോ, അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വഅസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി വനഖ്ഹി മിനൽ ഖതായ കമാ യുനഖ്ഖസ് സൗബുൽ അബിയദ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ വേറെ പെണ്ണിട്ടിക്കണേ എന്നല്ല, പിന്നെന്താ, ഉള്ള പെണ്ണുങ്ങളെ നന്നാക്കണേ എന്നാണ്. വേറെ വീട് എന്ന് പറഞ്ഞാൽ ഉള്ള വീട് നന്നാക്കണേ എന്നാണ്. എന്നതുപോലെ തന്നെയാണ് ഈ സംഗതി. നാഫിയായ ഇൽമ് തരണേ എന്ന് പറഞ്ഞാൽ വേറെ കുറേ വിവരം തരണേ എന്നല്ല, ഉള്ള വിവരത്തെ ഉപകാരമുള്ളതാക്കി തരണേ എന്നതാണ്. ഇൽമ് നാഫി ആവണമെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം, ഉള്ള ഇൽമ് കൊണ്ട് അമൽ ചെയ്യണം. ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യുമ്പോഴേ ഇൽമ് നാഫി ആകുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, ഗുരുവിനെ ആദരിക്കണം. ശരിക്കും ഇൽമ് പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് രക്ഷിതാക്കൾക്ക് നിർബന്ധമാവുന്നതാണ് അദബ് പഠിപ്പിക്കൽ. ഇൽമ് 2ാമത്തെ നിർബന്ധമാണ്, അദബ് 1ാമത്തെ നിർബന്ധമാണ്. ഇൽമ് പഠിപ്പിക്കുന്നതിൻ്റെയും മുമ്പ് രക്ഷിതാക്കൾക്ക് അദബ് പഠിപ്പിക്കൽ നിർബന്ധമാവും എന്നാണ്. ഇൽമ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നണേ, അദബ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമാവും. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിൻ്റെ മര്യാദക്ക്. പള്ളിയിൽ കയറുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പള്ളിയുടെ മര്യാദ. ഒരാൾ പള്ളിക്ക് കയറിയില്ല എന്ന് വിചാരിക്കുക, കയറിയ തന്നെ അല്ല, ജുമാക്കും പോയില്ല, പള്ളിയേക്ക് കയറിയ തന്നെ അല്ല, എന്നാൽ അവൻ പള്ളി കയറിയിട്ടില്ല എന്നേ വരുള്ളൂ. പള്ളി കയറിയിട്ട് മൂത്രാക്കിയാൽ ആൾ മുർത്തതാവും. മുസാഫ് എടുത്തില്ല, ഒരാൾ മുസാഫ് എടുത്തത് തന്നെയല്ല, എന്നാൽ അയാൾ മുസാഫ് എടുത്തിട്ടില്ല എന്നേ വരുള്ളൂ.
മുസ്ഹഫ് എടുത്തിട്ട് അതിൽ മ്ലേച്ഛമാക്കിയാൽ ആൽ ഇസ്ലാം തീരുന്ന് പുറത്തു പോവും. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആ വിഷയത്തിൻ്റെ മര്യാദ പാലിക്കുന്നതിന്. അതുകൊണ്ട് ഗുരുവിനോടുള്ള, ഉസ്താദിനോടുള്ള, അധ്യാപകനോടുള്ള മര്യാദ പാലിക്കാൻ രക്ഷിതാവാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മദ്രസ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം 4 മണിക്ക് സ്കൂൾ ഇട്ട് വന്നപ്പോൾ വാപ്പാട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ എടുമാശ എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കൽ എന്ന് പറഞ്ഞു. ആൾ കഷണ്ടിയാണേ. അതിൽ വാപ്പ പറയാണ്, എന്തേ ഒന്നും കൂടിയും പറയേന്ന് പറഞ്ഞു. ചേനത്തലേന്നാണ് വിളിക്കൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പറ്റിയ പേരാണത് എന്ന് വാപ്പ പറഞ്ഞു കൊടുത്താൽ ഇൽമ ഉപകാരമില്ലാതെ പോവും. ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഇൽമ ഉപകാരമില്ലാതെ പോകും. നമ്മളിവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് തല്ലിട്ടിന്ന് വന്ന് പറഞ്ഞാൽ ഉസ്താദ് തല്ലണമെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. പുതിയ കാലത്തിനനുസരിച്ച് പരിശീലനം ശ്രദ്ധിച്ച് അധ്യാപനം നടത്താൻ വേണ്ടി കഴിയണം. ഉസ്താദിൻ്റെ അടുത്ത് തല്ലിട്ടിന്ന് പഴയ കാലത്തെ ആൾക്കാരോട് വന്ന് പറഞ്ഞാൽ ഉസ്താദിനെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടാകുന്നതാണ്, രണ്ടു കൂടിയും തരും എന്നുള്ളതാണ്. കാരണം ഗുരുവിനെ ആദരിക്കലാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നതും ഗുരുവിനെ ആദരിക്കുക എന്ന സംഗതി. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണത്. അതായത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ എന്തു പറഞ്ഞു എന്ന് നോക്കുന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്ന് നോക്കലായിരുന്നു പഴയകാല രീതി. പുതിയ കാലത്തും അങ്ങനെ തന്നെയാണ് വേണ്ടത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ നബിനോട് പോയി ചോദിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ ബാക്കി തീരുമാനമൊക്കെ പോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അതന്നെ എല്ലാവരെയും അഭിപ്രായം. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് അയക്കാൻ നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ യുദ്ധത്തിന് പോകാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്, മുത്തുനബിയുടെ വളർത്തുപുത്രനാണ്, ചെറിയ കുട്ടിയാണ്. താരതമ്യേന സയ്യിദുന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉസാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം യുദ്ധത്തിന് പോകണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അവർക്ക് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തി. പക്ഷെ ഓല് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നബി തങ്ങൾ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യമായി ഒപ്പുവെക്കുന്ന ഫയല് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പുറപ്പെടണം എന്ന ഫയലിലാണ് ആദ്യമായിട്ട് ഒപ്പിടുന്നത്. ഈ ഫയലിലാണ്ട് ഒപ്പിട്ടപ്പോൾ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ സമയത്ത് നാട്ടിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പൊതുവേ ഇപ്പം ഇങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ ആ കുട്ടി നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചങ്ങാണ്ട് അത് മൊത്തത്തിലൊരു ചീത്തപ്പേരല്ലേ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധസംഘത്തിൻ്റെ നേതൃത്വമൊക്കെ ഒന്ന് മാറ്റി തഴക്കം പഴക്കമുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആൾക്കാരൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നേരാക്കിയിട്ടൊക്കെ പോയാൽ പോരെയെന്ന് ഇങ്ങനെ പൊതുവേ ഒരു അഭിപ്രായം അതിങ്ങനെ എല്ലാവർക്കും ഉണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ട്, എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇതിപ്പോൾ ആരെങ്കിലും ഒന്ന് സിദ്ദീഖിനോട് പറയണ്ടേന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അപ്പം ഇങ്ങനെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞു, ഇന്നത്തെ സമയത്ത് ഇപ്പോൾ അത് പറയാൻ ഏറ്റവും നല്ലത് ഉമർ ഖത്താബാണ് പറഞ്ഞു. ഉമർ ഖത്താബ് അതിലുണ്ട് റളിയല്ലാഹു അൻഹു. മൂപ്പർക്കും തോന്നി ഞാൻ തന്നെയാണ് അത് പറയേണ്ട ആൾ എന്ന്. അങ്ങനെ തന്നെയാണല്ലോ സംഗതി, ഞാൻ പറഞ്ഞോളാറുണ്ട്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയി. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, മഹാനവറുകളെ, ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോകണമെന്ന് നിങ്ങൾ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നറിഞ്ഞു. ഇവിടെ ഇങ്ങനെ പൊതുവെ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്, ഈ സമയത്ത് ഇപ്പം അത് വേണ്ട എന്ന്. ഇങ്ങനെ ആർക്കാ അഭിപ്രായം എന്ന് ചോദിച്ചു. ഇവിടെ ഇങ്ങനെ പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് പറഞ്ഞു. അങ്ങനെയുള്ള പറയാം, ഇവിടെ ഇങ്ങനെ പൊതുവെ ഹവേൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അങ്ങനെ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അലകും പിടിയൊക്കെ ഒന്ന് മാറ്റി നേരാക്കിയിട്ട്
കുറച്ച് മുതിർന്ന തഴക്കും പഴക്കും ചെന്ന ആളുകളൊക്കെ നേതൃസ്ഥാനത്ത് വെച്ചിട്ട് പോരെ, ഇപ്പം അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊരഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിനൊരു മറുപടി പറഞ്ഞു. ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയി എന്ന് വിചാരിക്കുക, അങ്ങനെ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നും വിചാരിക്കുക. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാൽ മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് പരാജയപ്പെട്ടതിനാൽ ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. അങ്ങനെ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്തുകൾ കൊണ്ട് മദീന അങ്ങാടിയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നോട്ട് വെച്ച ഒരു സംഘത്തെ തിരിച്ചു വിളിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇതായിരുന്നു അവരുടെ സമീപനം. ആര് പറഞ്ഞു എന്നതാണ് അവർ നോക്കൽ. ഇതിങ്ങനെ വന്ന് നമ്മളൊക്കെ കാലത്ത് മഖ്ദൂം റളിയല്ലാഹു അൻഹു വന്നു. മഖ്ദൂമിങ്ങളുടെ കാലഘട്ടത്തിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ നമ്മളെ പഴയ ആൾക്കാർ തീരുമാനിക്കൽ അത് മഖ്ദൂമിന് തിരിഞ്ഞിട്ടും ഞമ്മക്ക് തിരിയായിട്ടും ഇക്കാരം തൽക്കാലം മഖ്ദൂം പറഞ്ഞ മാതിരിയാണ്ട് ചെയ്യാം എന്ന് തീരുമാനിക്കലാണ്. ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. വാച്ച്മാൻ എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കാന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദിനോട്. ആശുപത്രിയിൽ വാച്ച്മാനാണ് ഒരാൾ. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്ത് കഴിഞ്ഞ് ഉറങ്ങി നീച്ചിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുക. അപ്പോൾ വാച്ച്മാൻ എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കുക? അയാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങിയതാണെന്ന് പറഞ്ഞാൽ ജോലി കണ്ട് പോകുമല്ലോ. അപ്പോൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദിനോട്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, രാത്രി പകുതി കഴിഞ്ഞാൽ നിസ്കരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിനെന്ത് പറയും? ഞമ്മക്ക് തിരിയായിട്ടും കണ്ണിയത്ത് ഉസ്താദിന് തിരിഞ്ഞിട്ടുമാണ്. അതിന് തഹഖീഖ് എന്ന് പറയും. റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. വാച്ച്മാൻ എപ്പം നിസ്കരിക്കും? രാത്രി പകുതി കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കും. ഇങ്ങനെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയാണ്. ഇതെങ്ങനെ വന്നാന്ന് നിങ്ങൾ ഗുരുവിനെ ആദരിക്കുന്നതിലൂടെ വന്നതാണ്. പുതിയ തലമുറക്ക് ഗുരുനാഥന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. കുട്ടികൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പെരയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഗുരുനാഥന്മാരോടുള്ള ആദരവിനെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് നീ ഗുരുനാഥൻ എന്ന് പറഞ്ഞതിന് വേറൊരു സംഗതിയും കൂടി ഉണ്ട് കേട്ടോ. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് മാത്രമല്ല, മാഷ് മാത്രമല്ല, ടീച്ചർ മാത്രമല്ല, എല്ലാ ഗുരുനാഥന്മാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥൻ പേനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുനാഥനാണ് പേന. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇൽമിൻ്റെ ആദ്യത്തെ വഴി പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. അപ്പം നമ്മൾ എത്രത്തോളം നോക്കണം എന്ന് വെച്ചാൽ പേനയെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വരെ നോക്കണം. പേനക്കളി ഇതുകൊണ്ടൊരു കളിയുണ്ട്. ശൈത്താനുണ്ടാക്കിയ കളിയാണ് ആ കളി, പേനക്കളി. കാരണം പേനയെ ഇൻസൾട്ട് ചെയ്യുന്നത് ഇൽമ് നഷ്ടപ്പെടാൻ കാരണമാവും, ഇൽമിൻ്റെ ഉപകാരം നഷ്ടപ്പെടാൻ കാരണമാവും. മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് ഹദീസിലുണ്ട്. മഷിയിൽ ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എഴുതാനില്ലെങ്കിൽ ഒരു പേന കൊണ്ടെടുക്കണത്. പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല, എന്നാലും കീശയിലൊരു പേന വേണം. കാരണം എന്തേ? മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പേനയോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് നോക്കണം. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഒരിക്കലും ഒരു കുട്ടിയെ പഠിപ്പിക്കൂല. ആ പുസ്തകത്തിൻ്റെ ബാക്കിലുള്ള ഒരാളാണ് പഠിപ്പിക്കുക. പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് അതിൻ്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഡിക്ഷണറി പോലും തലക്ക് വെച്ചിട്ട് കടന്നുറങ്ങാൻ പാടില്ല. അതിൻ്റെ മുഅല്ലിഫിനെ ഇൻസൾട്ട് ചെയ്യുന്നതായി മാറും. അപ്പോൾ ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഉപയോഗം കഴിഞ്ഞ പുസ്തകമാണെങ്കിൽ അത് തൂക്കി വെക്കല്ല വേണ്ടത്. അത് നമുക്ക് വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ നല്ല നിലയിൽ സംസ്കരിക്കണം. കാരണം അത് ഇൽമിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ചില വ്യക്തികളാണുള്ളത്. ആ പുസ്തകത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഭാഗമാവും. ഇതൊക്കെ ഗുരുനാഥന്മാരെ അനാദരിക്കുന്നതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ കാര്യം ഉത്തരവാദിത്ത ബോധമാണ്. ശരിക്കും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാനേജിങ് കമ്മിറ്റിയുടെയോ അധ്യാപകരുടെയോ ഉത്തരവാദിത്തമല്ലല്ലോ, രക്ഷിതാക്കളായ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഉത്തരവാദിത്തമാണ്.
ഞമ്മക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചാൾക്കാരെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് ഉത്തരവാദിത്വം ഒഴിവാകുന്നില്ല. പഠിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. പിന്നെയും ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആൺകുട്ടികളെക്കാൾ കൂടുതലായി വൈജ്ഞാനിക നിരാശാരോഗം കൂടുതലുള്ളത് പെൺകുട്ടികൾക്കാണ് എന്നാണ്. എൻ്റെ വാപ്പി എന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് ആൺകുട്ടികൾക്ക് ചിലപ്പം തോന്നിയില്ല എന്ന് വരും, പക്ഷെ പെൺകുട്ടികൾക്ക് തോന്നും എൻ്റെ വാപ്പി എന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന്. അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്തതിൽ കൂടുതൽ സങ്കടമുള്ളവരായിരിക്കും. അതുകൊണ്ട് ആൺകുട്ടികൾ ഇനിയിപ്പോൾ പഠിക്കാൻ പല വഴിയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം വയലേക്കെങ്കിലും ചെയ്യും. പക്ഷെ പെൺകുട്ടികൾക്ക് അതിനും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആൺകുട്ടികളെക്കാൾ ശ്രദ്ധയോടുകൂടെ ദീൻ പഠിപ്പിക്കണം പെൺകുട്ടികളെ. പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ അടുത്ത തലമുറയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരും. അപ്പോൾ ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാനേജിങ് കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാവില്ല. നമ്മൾ തന്നെയാണ് ഉത്തരവാദപ്പെട്ടവർ. എട്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 5 പരിപാലനങ്ങൾ മക്കൾക്ക് നൽകാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥനാണ് എന്നതാണ് എട്ടാമത്തെ കാര്യം. കുട്ടികൾക്ക് 5 പരിപാലനങ്ങൾ നൽകണം. ഒന്നാമത്തെ കാര്യം ഈമാനിൻ്റെ പരിപാലനം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഈമാനിനനുസരിച്ചാണ് കുട്ടികൾക്ക് ഈമാൻ ഉണ്ടാവുക. ഈമാനിൻ്റെ പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാൻ പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉംറക്ക് പോയവർ ചിലപ്പോൾ ഈ സദസ്സിൽ ഉണ്ടാവും. കാരണം ജിദ്ദയിലാണ് ജോലി. വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് കയറും മക്കത്തേക്ക്. ഉംറയും കഴിഞ്ഞങ്ങാണ്ട് ജുമയ്ക്കും കൂടിയിട്ട് ജുമ കഴിഞ്ഞിട്ട് ചോറും വെച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് പോരും. രാത്രിയാകുമ്പോഴത്തേനും ഇവിടെ തന്നെ എത്തും. കടന്നുറങ്ങിയിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയൊന്നും ഉംറക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഉംറക്ക് പോയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വയലു പറഞ്ഞ ആൾക്കാരുണ്ടാവും. സ്റ്റേജും ഉണ്ടാവും ചിലപ്പം. സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു പ്രഭാഷണം എന്ന അർത്ഥത്തിൽ ആദ്യമായി നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പൊന്നാര നബിയെ, നമ്മളീ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് ചോദിച്ചു. ആ ശരി തന്നെയാണ് അബൂബക്കറെ, എന്നാൽ നമുക്കത് നല്ലൊരു പൊതുയോഗം നടത്തിയാണ്ട് ഉറക്കെ പറഞ്ഞോടെ ചോദിച്ചു. അതിന് നബി തങ്ങൾ സമ്മതിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നിങ്ങനെ സ്വകാര്യതയിൽ ദീനീ പ്രബോധനം നടത്തുന്ന കാലാണ്, ദാറുൽ അർഖമിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി നിങ്ങൾ സമ്മതം തന്നാൽ മതി, ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പറച്ചിൽ ഞാൻ ഏറ്റു, നിങ്ങളെ സമ്മതം മതി പറഞ്ഞു. അതിൽ നബി തങ്ങളൊന്നും മുണ്ടിയില്ല. അപ്പം മൗനം സമ്മതമായി. കാബൻ്റെ അടുത്ത് പൊതുയോഗം നടത്തി. 60-ൽ ചില്ലാൻ ആളുകളെ അന്നാകെ ഇസ്ലാമിലുള്ളൂ. അതിനനുസരിച്ചുള്ള പൊതുയോഗം എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും വിചാരിക്കണ്ട. അതിനനുസരിച്ചുള്ളൊരു പൊതുയോഗം കാബൻ്റെ അടുത്ത്. പ്രഭാഷകൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങി. മദ്ഹുൻ നബിയാണ് വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലം. അടി കിട്ടി, ചെരിപ്പോണ്ടൊക്കെ അടി കിട്ടിയിട്ട് ബോധരഹിതനായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാർ ഓടി വന്നു. അതുവരെ പോലും വന്നില്ല. വീണപ്പോൾ വന്നു. കാരണം അവർ ഈ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണ, കൊല്ലങ്ങളോളം കുടുംബത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വീണപ്പോൾ വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു താങ്ങിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കടത്തി. മഹാനവർക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഈ അസുഖത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമോ എന്നവർ ഭയപ്പെട്ടു. അപ്പോൾ അവർ കഅബയുടെ അടുക്കൽ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഈ അടിയിലെങ്ങാനും സിദ്ദീഖ് മരണപ്പെടുകയാണെങ്കിൽ റളിയല്ലാഹു അൻഹു അതിന് പകരമായി ഉത്തുബത്തിനെ കൊല ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പെരേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു, മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പെരക്കാർക്ക് പിന്നെയും ദേഷ്യമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മയോട് പറഞ്ഞു, ചെറുക്കന് തിന്നാൻ എന്തേലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ്, ഓനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങാണ്ട് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മ ഭക്ഷണമായിട്ട് ചെന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദിൻ്റെ വിവരം അറിഞ്ഞാലല്ലാതെ ഭക്ഷണം കഴിക്കൂല പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അതിൽ ഉമ്മ പറഞ്ഞു, ഈ രാത്രി ഞാൻ ഇപ്പോൾ എവിടുന്ന് വിവരം കൊണ്ടുവരാനാണ് പറഞ്ഞു. അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖത്താബിൻ്റെ മകൾ ഫാത്തിമ ഉണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങള്, അവിടെ പോയാൽ വിവരം കിട്ടും എന്ന് പറഞ്ഞു.
അങ്ങനെ രാത്രി ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി ഖത്താബിൻ്റെ മകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങളായ ഫാത്തിമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നും പറഞ്ഞില്ല. കാരണം ഇത് ഹൈറായ ചോദ്യം ഷർറായ ചോദ്യം എന്ന് അറിയില്ലല്ലോ, എന്തിനപ്പോൾ ഈ ചോദ്യം എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങ് വിവരം പിന്നെ അങ്ങനെ പറയാൻ പറ്റൂലായിരുന്നു. അതിൽ പറഞ്ഞു, എൻ്റെ മോന് അബൂബക്കർ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്, മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം കിട്ടിയാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫാത്തിമ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളൊപ്പം പോരാ, എന്നിട്ട് അവിടെ വന്നിട്ട് വിവരം പറയാറ്. അങ്ങനെ ഒപ്പം വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ഇങ്ങനെ ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഉമ്മ കുഴപ്പമില്ല ഇജ്ജ് പറഞ്ഞു. അതിൽ പറഞ്ഞു, അർക്കമിൻ്റെ വീട്ടിൽ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഇന്ന് ഞാൻ കണ്ടിട്ടേ ചോറയിക്കൊള്ളൂ പറഞ്ഞു. അങ്ങനെ രാത്രി സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉമ്മ താങ്ങിപ്പിടിച്ച് അർക്കമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് രംഗം. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്നാലും സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ പ്രസംഗം നടത്തിയ ആൾക്കാർ സ്റ്റേജും ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാരുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനേക്കാൾ സ്ഥാപനം നടത്തിയ ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈമാനാണ്ട് തൂക്കിയാൽ മൂപ്പരുതാ തൂങ്ങാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാകുന്നു. അതുകൊണ്ട് ഈമാൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ മനസ്സിലാക്കി കൊടുക്കലാണ്. വീട്ടിൽ അതിനനുസരിച്ച സാഹചര്യങ്ങൾ ഉണ്ടാവണം. നബിനോട് മനസ്സിലാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പിയും മക്കളെ കൂടി ഒരു വഴിക്ക് വിരുന്ന് പോവുകയാണ്. അപ്പം നമ്മളെന്തായാലും വണ്ടിയിൽ പാട്ടിടുമല്ലോ, ആ പാട്ട് വരെ മദ്ഹു നബി ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിലേക്ക് എത്ര കയറുന്നുവോ അതിനനുസരിച്ച് ഈമാൻ പരിപാലിക്കപ്പെടും. അപ്പോൾ ഒന്ന് ഈമാൻ്റെ പരിപാലനമാണ്, അതിന് മുത്തുനബിയോട് അടങ്ങാത്ത താല്പര്യമുണ്ടായിരിക്കണം. രണ്ടാമത്തെ പരിപാലനം ഇൽമിൻ്റെ പരിപാലനമാണ്, വിവരത്തിൻ്റെ പരിപാലനമാണ്. വിവരം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, വിവരം പരിപാലിക്കപ്പെടണം. വിവരം പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഭൗതികമായ വിജ്ഞാനം ഉയരുന്നതിനനുസരിച്ച്, ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളർത്തിക്കൊണ്ടുവരണം. ഭൗതിക തലം വളരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആൾക്കാരെ നമ്മൾ നോക്കിയാൽ വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. 2ാം ക്ലാസ് മദ്രസയിൽ പോയിട്ടുണ്ട്, 2ാം ക്ലാസ് സ്കൂളിൽ പോയിട്ടുണ്ട്, അത് ചിലപ്പോൾ ഓത്തോള്ളി കൈക്കും പോയിട്ടുണ്ടാകുക. കന്നൂട്ടാനറിയാം, കന്നുകളെ നോക്കാനറിയാം, പുല്ലരിയാനറിയാം, തെങ്ങുമ്മ കയറാനറിയാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നല്ല ഈമാനുള്ള മനുഷ്യന്മാർ മരിക്കണേൻ്റെ തൊട്ട് മുമ്പ് പാടത്തുനിന്ന് കയറി വന്നെങ്ങാണ്ട് ചൂടുള്ള കഞ്ഞിൻ്റെ ഉള്ളപ്പിട്ട് കണ്ടാണ് കുടിച്ചിട്ട് കട്ടിലുമങ്ങനെ നീണ്ടു നീർന്ന് കടന്നെങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മൗത്തായിരുന്ന പഴയ ആൾക്കാർ. വിവരമൊന്നും അല്ലാതല്ല. ഓലോട് ചെന്ന് ഒരാൾ ഇങ്ങനെ കന്നൂട്ടി കണ്ടു വരുന്നുണ്ട്, ഒരു പഴയ കാലത്തെ ഒരാൾ. അപ്പോൾ അയാളെടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എടാ അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ, മുടുങ്കോലും പടി ഇങ്ങോട്ട് തലമാറി പൊടിച്ചിട്ട് ദേശം അടുത്തേക്കണ് വാനയ്ക്ക് അപ്പം കാണിച്ചു തരാം തെളിവ് എന്ന് പറയും. ഓൻ്റെ ഈമാൻ പോണില്ലല്ലോ. ഈമാൻ ഇപ്പോൾ പോയത് ആരതാ? നിരീശ്വരവാദി ആയത്, യുക്തിവാദി ആയത്, ലിബറലിസ്റ്റ് ആയത്, സർവമത സത്യവാദി ആയത്, സ്ത്രീ പക്ഷപാതി ആയത്, PhD MBA MPhil, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ, ഇവരൊക്കെ അല്ലേ. എന്താ വിഷയം? ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർന്നില്ല എന്നതാണ് കാരണം. അങ്ങനെ ഉയരാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായി. അതിൽപ്പെട്ട ഒരു കാരണമാണ് 5ാം ക്ലാസ്സിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് 7 എന്നൊരു സർട്ടിഫിക്കറ്റും കിട്ടി എന്നുള്ളത്. 5ത്തെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി അത്യാവശ്യമായല്ലോ. പെൺകുട്ടി ആവുമ്പോൾ ആണുങ്ങൾ പുതിയാപ്പിളാർ കാണാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഒന്ന് നോക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ പൂമുഖത്ത് തൂങ്ങിയാൽ ധാരാളം. അത് 2 സർട്ടിഫിക്കറ്റ് ആയ സ്ഥിതിക്ക് നിർത്താന്ന് തീരുമാനിച്ച് നിർത്തിയതാണ് കാര്യം. ഭൗതിക തലം ഉയർന്നു, ആത്മീയ തലം ഉയർന്നില്ല. ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് സംശയങ്ങൾ കൂടി വരും. ആ സംശയങ്ങൾക്ക് അപ്പോൾ മറുപടി കിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അവൻ്റെ ആത്മീയ തലം പരിപാലിക്കപ്പെടാതെയാകും.
അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഇൽമു ഉപകാരം ചെയ്യാതെ പോകുന്നു. ഭൗതിക നിലം ഉയർന്നവർക്ക് സംശയം ഉണ്ടാവും, സ്വാഭാവികമാണ്. എല്ലാവരും സംശയം ഒരേമാതിരി ആയിരിക്കില്ല. MBBS കഴിഞ്ഞവർക്ക് അതിനനുസരിച്ച് സംശയം ഉണ്ടാവുക, LLB കഴിഞ്ഞവർക്ക് അതിനനുസരിച്ച് സംശയമാണ് ഉണ്ടാവുക, ഫിലോസഫിയിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അതിനനുസരിച്ച് സംശയം ഉണ്ടാവുക. അവർക്ക് സംശയങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ഉണ്ടാവണം. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പുതിയ തലമുറയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ പാടില്ല എന്ന് ചോദിക്കും. തൃപ്തികരമായ മറുപടി കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിന് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. സൗകര്യമില്ല എന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ്, സൗകര്യമില്ലാത്തതുകൊണ്ടൊന്നല്ല. 50 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 5ാം ക്ലാസ്സിലെത്തുമ്പോൾ 40 കുട്ടിയാകുന്നുണ്ട്. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. മരിച്ചതല്ല, വേണ്ടാന്ന് വെച്ചതാണ്. അത് 7ാം ക്ലാസ്സിലെത്തുമ്പോൾ 30 കുട്ടിയായി, 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 8 കുട്ടിയായിട്ടുണ്ട്. +1 5 കുട്ടികളാണുള്ളത്. 50 കുട്ടികൾ 1ാം ക്ലാസ് പഠിച്ചതാണ്. വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ്. കുട്ടിയും വേണ്ടാന്ന് വെച്ചു, മക്കളും വേണ്ടാന്ന് വെച്ചു, ബാപ്പിയും വേണ്ടാന്ന് വെച്ചു. CM സാഹിബിൻ്റെ ഒരു പ്രസംഗത്തിന് ഞാൻ കേട്ടു, ഒരു രക്ഷിതാവിനോട് പിന്നെ ഉസ്താദ് ചോദിച്ചത്രേ, എന്താ ഇപ്പോൾ കുട്ടി മദ്രസക്ക് വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ രക്ഷിതാവ് പറഞ്ഞു, ഓൻ പോരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ കാട്ടുക. ഇതൊക്കെയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞത്. അതിനിപ്പോൾ ഒരു വാപ്പാൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ എന്താ കാട്ടുക എന്ന് പറയാൻ. അതിന് വേറെ ആരെങ്കിലും വാടകയ്ക്ക് വിളിച്ചു കൊടുത്താലും പറ്റൂലേ? അല്ലെങ്കിലും വാപ്പയാകാനല്ലല്ലോ പ്രയാസം, വാപ്പയായി തുടരാൻ വലിയ പ്രയാസമാണ്. വാപ്പയാകാൻ നല്ല എളുപ്പ രസമുള്ള പരിപാടിയാണ്. ഓഡിറ്റോറിയം ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ബുക്ക് ചെയ്യുക, കോഴിക്ക് വില കുറഞ്ഞ സമയത്ത് കുറച്ച് കോഴി വാങ്ങുക, അല്ലെങ്കിൽ ഒരു മൂടിക്കുട്ടിനെ വാങ്ങുക, അറുത്തുങ്ങാണ്ട് ബിരിയാണി വെക്കുക, ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി വാപ്പയാവാം. പക്ഷെ വാപ്പയായി തുടരാൻ മയച്ചാറിലും ബിരിയാണിയൊന്നും മതിയാവില്ല. അതിന് നല്ലോണം ഇടങ്ങേറുണ്ടാവും. കുറച്ച് ഒഴിവും നേരം നോക്കാനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് അതിപ്പോൾ ഞാൻ എന്താ കാട്ടുകയെന്നൊന്നും പറയാൻ ഇപ്പോൾ വാപ്പാൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തേലും കാട്ടിയേ പറ്റുള്ളൂ. അതിനാണല്ലോ ഈ മനുഷ്യൻ്റെ വാപ്പ എന്ന് പറഞ്ഞൊരു ബോധം ഉണ്ടല്ലോ, അത് മരിച്ചാലും നിലനിൽക്കണം എന്നുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് വാപ്പ കുട്ടി വലുതാകുന്നത് വരെയല്ല, കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്തോളാണ്. എൻ്റെ വാപ്പ മനുഷ്യൻ്റെ വലിയൊരു ബോധമാണ്, എൻ്റെ വാപ്പ എന്നുള്ള ബോധം. ആ ബോധം നിലനിർത്താൻ ഒരു പിതാവിന് കഴിയണ്ടേ? അത് കഴിയണമല്ലോ, അതാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തേത് ഇൽമിൻ്റെ പരിപാലനമാകുന്നു. മൂന്നാമത്തേത് സ്വഭാവത്തിൻ്റെ പരിപാലനമാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. എല്ലാ സംഗതി എഴുതി പഠിച്ചാൽ പഠിയും, സ്വഭാവം മാത്രമേ എഴുതി പഠിച്ചാൽ പഠിയില്ല, കണ്ട് മാത്രം പഠിയുന്നതാണ്. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണെന്ന് കണ്ട്, മാതാപിതാക്കൾ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു ഇരിക്കക്കൂരി ആകുമ്പോഴത്തിന് തറവാട്ട് പാർക്കണ വാപ്പാനെയും ഉമ്മാനെയും രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ചീത്തറിയുകയും അത് മക്കൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എവിടുന്നപ്പോൾ കുട്ടികളൊക്കെ നേരാകുക? അയൽവാസികളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് കുട്ടികൾ വീക്ഷിക്കുന്നു. പെരുമാറുന്നവരുമായി, നേതൃത്വത്തെക്കുറിച്ച്, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട്, സയ്യിദന്മാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് മറ്റുള്ളവർ വീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ മക്കൾ. അതുകൊണ്ട് മക്കൾക്ക് മാതൃകയാകുക എന്നത് വളരെ പ്രധാനമാണ്. 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടീനെ 4 കാലും വാലുള്ള ഒരു സാധനത്തിൻ്റെ പേരാണ്ട് വിളിച്ചാൽ ഒന്നുകിൽ വാപ്പ ഉമ്മാനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ്, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും കൂടിങ്ങാണ്ട് അയൽപക്കത്ത് ആരെയും വിളിച്ചത് കേട്ടതാണെന്ന് ഉറപ്പാണ്. സ്വഭാവം കേട്ടുപഠിക്കുന്നതും കണ്ടുപഠിക്കുന്നതാണ്, വായിച്ച് പഠിക്കുന്നതല്ല. പരീക്ഷയ്ക്ക് ജയിച്ചതുകൊണ്ടൊന്നും സ്വഭാവം മാറില്ല. അതുകൊണ്ട് സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ്. സ്വഭാവത്തിൻ്റെ പരിപാലനം ഉണ്ടാവണം. 4ാമത്തേത് ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും പരിപാലനമാണ്. ശരീരം പരിപാലിക്കാൻ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത്. വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരം, കുടുംബപരം, സാമൂഹികം എല്ലാം പ്രധാനമാണ്. ഓരോ വിഷയത്തിൻ്റെയും ഓരോ കാര്യങ്ങളുടെയും വൃത്തി തീരുമാനിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഹോട്ടൽ വൃത്തിയുണ്ടോ നോക്കാൻ ചെയ്യേണ്ടത് ബാത്റൂം വൃത്തിയുണ്ടോ നോക്കുകയാണ് വേണ്ടത്. ഒരു വീട് വൃത്തിയുണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കുക ബെഡ്റൂം വൃത്തിയുണ്ടോ ഇല്ലേ നോക്കിയിട്ടാണ്. വിരുന്നേരൊക്കെ വന്നാൽ വേഗം ബെഡ്റൂമിൻ്റെ വായിലാണ് പോയി അടക്കും. കാരണം എന്താ? ആകെ കബക ഉപയോഗിക്കാരം, അതന്നെ സംഗതി. ബെഡ്റൂം വൃത്തിയുണ്ടോ എന്നാണ് ഒരു വീട് വൃത്തിയുണ്ടോ നോക്കാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്നിനും ഓരോ മാനദണ്ഡമുണ്ട്. ഒരു സ്ഥാപനം വൃത്തിയുണ്ടോ നോക്കൽ ഹോസ്റ്റൽ എങ്ങനെയുണ്ട് എന്നത് നോക്കുകയാണ് ചെയ്യുക. ഹോസ്റ്റൽ റൂം, കുട്ടികൾ കിടക്കുന്ന സ്ഥലം വൃത്തിയുണ്ടോ, സ്ഥാപനം വൃത്തിയുണ്ടായിരിക്കും എന്നതാണ്.
ഒരു പള്ളി വൃത്തിയുണ്ടോ നോക്കാൻ വേണ്ടി ചെയ്യുക ബാത്റൂം വൃത്തിയുണ്ടോ നോക്കലാണ്. നല്ല ഉഷാറുള്ള പള്ളിയാണ്, നല്ല അടിപൊളി പള്ളി, കോടികൾ ചിലവാക്കിയ പള്ളി. ബാത്റൂം ചെന്ന് നോക്കുമ്പോൾ മൂത്രമൊഴിക്കേണ്ട മനരിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വെച്ചത് പൈൻറ്റിൻ്റെ അളുക്കാണെങ്കിൽ മനസ്സിലായി നോട്ടം കുറവാണ്. ആ പൈൻറ്റിൻ്റെ അളുക്ക് വിട്ടാൽ കൊണ്ടുപോയി വിൽക്കുന്ന ആക്കരി കടയിൽ കൊണ്ടുപോയി വിറ്റാൽ കോപ്പ വാങ്ങാനുള്ള പൈസ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോപ്പയ്ക്ക് എത്ര 10,000 റുപ്യൊന്നും വേണ്ടല്ലോ. കോപ്പ എല്ലാ കൊല്ലവും മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. റമദാൻ്റെ മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് പള്ളികളുടെയൊക്കെ ബാത്റൂം ഒന്ന് സ്ഥിരമായി ഉപയോഗിക്കാത്തതാണ്, 2 കോപ്പ തേച്ചേക്കൽ കുറവാണ്. നമ്മുടെ വീട്ടിലൊക്കെ കോപ്പ തേച്ചേക്കും, പക്ഷെ പള്ളിയിൽ കുറവേക്കാരം. അതുകൊണ്ട് എല്ലാ കൊല്ലവും റമദാൻ്റെ മുന്നോടിയായിട്ട് പള്ളിൻ്റെ ബാത്റൂമിലെ കോപ്പ മാറ്റണം. എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ എല്ലാ അഭിപ്രായവും നിങ്ങൾ കേൾക്കണം എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ. അല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പറ്റിയും കേട്ടോളി, എല്ലാ കൊല്ലവും മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനെ മൂത്രമൊഴിക്കാൻ വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വെള്ളം എടുത്താണ്ടൊന്ന് തൊള്ളയിലൊക്കെ ആക്കും. അപ്പോൾ അത് അട്ടപ്പാറൊക്കെ പിടിച്ചിങ്ങാണ്ട്. അപ്പോൾ പള്ളിയൊക്കെ നോക്കുമ്പോൾ ബാത്റൂം നോക്കുക. മദ്രസയൊക്കെ അതേമാതിരി തന്നെ ബാത്റൂമൊക്കെ എപ്പോഴും ക്ലീനായിരിക്കണം. വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായിട്ടുള്ള വൃത്തി, അതാണ് ശരീരത്തിൻ്റെ മെയിൻ്റനൻസ്. പിന്നെ ഒന്ന് ബുദ്ധിയാണ്. ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ലഹരിയുടെ ഉപയോഗം ഇല്ലാതിരിക്കണം. പിന്നെ അവസാനത്തേത് സമ്പത്തിൻ്റെ പരിപാലനമാണ്. സമ്പത്ത് പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ദാനം ശീലമാക്കിയാൽ സമ്പത്ത് പരിപാലിക്കപ്പെടുമെന്നാണ്. ദാനം കൊടുക്കാൻ പൈസ വേണ്ട, ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ദാനം കൊടുക്കണമെങ്കിലേ പൈസ വേണ്ടുള്ളൂ, ദാനശീലത്തിന് ഒറ്റ പൈസയും വേണ്ടല്ലോ, മനസ്സ് മാത്രമല്ല വേണ്ടത്. മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിൻ്റെ ഇടയിൽ വലിയ ദാനം നൽകിയിരുന്ന ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വയലു അറിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാറുണ്ട്. ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഇരുന്ന് നബി തങ്ങൾ വയലു പിന്നെയും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് വീണ്ടും വയലു പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെ നീച്ചിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം നബിയേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്പം എന്താ കൊടുത്താൽ ഹൈവേൻ്റെ വക്കത്ത് മൂപ്പർക്ക് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, പുതിയ റോഡ് പണി വന്നപ്പോൾ ഗവൺമെൻറ് നല്ല കായിട്ടിട്ടുണ്ടാവും, പിന്നെന്താ കൊടുത്താൽ എന്ന് നമുക്ക് തോന്നും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരി അല്ല, മുഹാജിറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് വന്നതാണ്. പിന്നെ എന്തേ ചോദിക്കുമ്പോൾ 100 ഒട്ടകം കൊടുക്കാൻ മാത്രം ഉണ്ടായത്, കൊടുക്കാനുള്ള മനസ്സുള്ളതിനാൽ കൊടുക്കാനുള്ള പൈസയുണ്ടായി എന്നതാണ്. ഈ മനസ്സുണ്ടോ നമുക്കുണ്ടാവും. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുക? ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു, കോളിംഗ് ബെല്ലടിച്ചു. കർട്ടൻ നീക്കിയിട്ട് നോക്കിയപ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ്. അപ്പോൾ 2 സമീപനം സ്വീകരിക്കാം. മനുഷ്യൻ്റെ അടുത്ത് 5 നയാ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണേ, വാപ്പവിടെ ഇല്ലയെന്ന് പോയി പറഞ്ഞാലടാന്ന് കുട്ടികളോട് പറയാം. വേറൊരു പഠിപ്പുണ്ട്. അതെങ്ങനെ? വേറെ എന്തോ ആവശ്യത്തിന് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്തുവെച്ച പൈസ ഉണ്ടായിരുന്നു. അതിനൊരു 5 കോട്ടൺ ഉറുപ്പ് എടുത്തിട്ട് മൂത്ത മകൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ലെങ്കിലും ഈ റമദാൻ മാസത്തിൽ നമ്മളിരുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാൾ, വെറും കയ്യോടെ മടക്കണത് ശരിയല്ല, വാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞങ്ങാണ്ട് മൂത്ത മകനുണ്ട് ഏൽപ്പിച്ചാൽ ആ കുട്ടിക്ക് പഠിയുന്ന സ്വഭാവത്തെയാണ് ദാനശീലം എന്ന് പറയുന്നത്. ദാനശീലമാണ് സമ്പത്തിനെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് അത് മക്കളെ പഠിപ്പിക്കണം. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ വളരെ ബോധവാന്മാരായിരിക്കണം എല്ലാവരും. മദ്രസ എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. മദ്രസകൾക്ക് വരുന്ന എല്ലാ കോട്ടങ്ങളെയും നമ്മൾ തടയിടണം. എല്ലാ നേട്ടങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരങ്ങൾക്ക് ശക്തി പകരണം. സമസ്തയുടെ കീഴിലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മളെല്ലാവരെയും അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഒത്തൊരുമിച്ച് നിൽക്കണം.
കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്ന എന്നെയും നിങ്ങളെയും എല്ലാവരെയും നസീഹത്ത് ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം എന്ന അഭ്യർത്ഥനയോടുകൂടി വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.